ആൾക്കാർ എന്നെ ഹൊറർ സ്റ്റാർ എന്ന് വിളിക്കും. ഭൂതകാലം തൊട്ടിട്ട് എനിക്ക് രാവിലെ അറിയാം എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയണം. അവരോട് പറഞ്ഞു എടാ ഇതിൽ ഒരു വീടും 2 പേരും ഉള്ളു ഈ പടത്തിൽ, റോളില്ല. ഞാൻ അടുത്ത പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടാ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയാം എടാ ഇതിൽ ഒരു വീടും 3 പേരേ ഉള്ളൂ. ഇത് പുള്ളി എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു ഞാൻ അടുത്ത് ഒരു വീടും ഒരാളുള്ളൊരു പടമാണ്. എന്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്നൊരു ഹാഷ്ടാഗ് ആയിരുന്നു എസ്തെറ്റിക്. അവരിങ്ങനെ തെങ്ങിലൊക്കെ ചാരി നിന്നിട്ട് ഹാഷ്ടാഗ് എസ്തെറ്റിക്. ഞാൻ ആ പേര് ഉപയോഗിച്ച് എസ്തെറ്റിക് കുഞ്ഞമ്മ പറഞ്ഞിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മനസ്സിലായ മൈ ചൈൽഡ്ഹുഡ് ഫസലായി. പ്രണോച്ചേട്ടൻ തന്നെ കുറെ ഇംപ്രവൈസ് ചെയ്ത് പുതിയ ടെക്നീക്സ് ഒക്കെ ഉണ്ടാക്കി ഞരമ്പ് വരുത്തുകയും വേരിയേഷൻ തരികയും ഒക്കെ ചെയ്യും. ദേശീയന്റെയും അല്ലെങ്കിൽ ലോക അങ്ങനെയുള്ള എല്ലാ സക്സസിലും നിൽക്കുകയാണ്. സോ വൈ ഡിഡ് യു സ്റ്റാർട്ട്? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായിരുന്നു എല്ലാത്തിനും? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പൊ അപ്പൊ അത് നാടകമായിരുന്നു. നാടകം ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ നാടകത്തിൽ കൊണ്ട് ചേർക്കുകയായിരുന്നു. അപ്പം നാണം മാറ്റാൻ വേണ്ടിയിട്ടാണ് നാടകത്തിൽ കൊണ്ട് ചേർത്തത്. പിന്നെ അത് അവിടുത്തെ ഒരു കമ്പനി ഇഷ്ടപ്പെടുകയും ചന്ദ്രദാസൻ എന്ന് പറഞ്ഞ സാറായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്, ലോകധർമ്മി എന്നുണ്ട്. ഇപ്പൊ ആട്ടം സിനിമയൊക്കെ അവിടെ നിന്ന് സംഭവിച്ചിരുന്നു. സോ അപ്പൊ അതൊരു സമ്മർ വെക്കേഷൻ ക്യാമ്പിൽ നിന്ന് മാറി കുറച്ചും കൂടെ പാഷൻ ഡ്രിവൺ സാധനമാണെന്ന് അതിൻ്റെ അകത്ത് കിടന്നത്. അവിടെ എല്ലാം പഠിപ്പിക്കുമായിരുന്നു, നാടകം മാത്രമല്ല കഥകളി, കളരി, അങ്ങനെ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അവർ കൂട്ടുകാരായി, സ്കൂള് കഴിഞ്ഞിട്ട് പോകാനുള്ളൊരു സ്പേസ് അങ്ങനെയായി. അപ്പം അതൊരു കൾച്ചറൽ വളർച്ചയ്ക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അല്ല അവിടെ നിന്നാണ് എനിക്ക് എക്സ്പോഷർ കിട്ടുന്നത്. മെയിൻലി നമ്മൾ കേരളത്തിലെ എല്ലാ ഫെസ്റ്റിവൽസിലും പോയി നാടകം കളിക്കുമായിരുന്നു, ചിൽഡ്രൻസ് പ്ലേ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ സബ്ജക്റ്റുകളായിരുന്നു, എന്നാൽ പോലും ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം വാർ റിലേറ്റഡ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പഠിച്ചേക്കുന്ന കാര്യവും അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ മോൾഡിങ് ഒക്കെ അവിടെ നിന്നാണ് സംഭവിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വരെ പോയി നാടകം കളിച്ചിട്ടുണ്ട്. അപ്പം അതായിരുന്നു ഒരു ബിഗിനിങ് ഈ ഒരു ആർട്ട് ഇൻ ജനറലിലേക്ക് കയറാൻ. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഈ ക്ലേ മോഡലിങ്ങോ അതും ഇതൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് താല്പര്യമുണ്ട്. പെയിൻറ്റിങ്ങും അല്ലെങ്കിൽ ഡിസൈൻസിനോടും കളേഴ്സിനോടൊക്കെ താല്പര്യമുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി വന്നതാണ് ഈ പറയുന്ന പോലെ. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചു. അപ്പോൾ ആ സമയത്ത് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ വലിയ സിനിമ പോലെ തന്നെയാണ്. ജൂഡ് ആന്റണി ജോസഫ് സാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് മമ്മൂക്കയുടെ ചെറുപ്പകാലത്തിനെ കുറിച്ചായിരുന്ന കഥ. അതിനുശേഷം പുള്ളി നമ്മളെ തട്ടത്തിൻ മറയത്തിൽ കൊണ്ടുപോയി ഓഡിഷന് കൊണ്ടുപോയി. അപ്പോഴേക്കാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നത്, ആൾക്കാരെ കാണുന്നതൊക്കെ. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അതിനുശേഷം ഞാൻ സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു. അതാണ് എൻ്റെ പ്രോപ്പർ ആദ്യത്തെ സിനിമ അഭിനയിക്കുന്നത്, റോഷൻ ആൻഡ്രൂ സാറിൻ്റെ. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനെ സിനിമയിൽ തന്നെ കയറണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ്, ബിഗിനിങ്. ചെറുപ്പം തൊട്ടേ ആക്ടിങ് തന്നെ കയറണം എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അതെ അതെ. സോ അവിടുന്ന് പക്ഷെ എത്തി തുടങ്ങുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പാർട്ട്, പക്ഷെ കണക്റ്റഡ് ടു ദിസ്. അത് എങ്ങനെയായിരുന്നു തുടക്കം? ഇപ്പം ഞാൻ വിസ്കോം പഠിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാനിപ്പം ഒരു 12ാം ക്ലാസ്സിൽ തൊട്ട് തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാർ തന്നെ ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യും, അതിൽ ഞാൻ മെയിനായിട്ട് അഭിനയിക്കും. പല ടൈപ്പ് റോള്, 2-3 റോൾ എല്ലാം ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രസ്ട്രേഷൻ മൊത്തം ഞാൻ ഷോർട്ട് ഫിലിംസിൽ തീർത്തുകൊണ്ടിരുന്നത്. ഷോർട്ട് ഫിലിംസിൻ്റെ തന്നെ പോസ്റ്റർ ഞാൻ തന്നെ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു, ഫോണിൽ ആപ്പിലൊക്കെ. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ തല കാണണം പോസ്റ്ററിൽ. ഞാൻ മെയിനായിട്ട് മറ്റേ ഓണത്തിനൊക്കെ എടുക്കുന്ന ഫോട്ടോ, മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് മതിൽ ചാരിയുന്ന അനിയത്തിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും. എന്നിട്ട് അത് ഞാൻ വെച്ചിട്ട് ഫസ്റ്റ് ലുക്ക് ടുമാറോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് ആൾക്കാരെ കളിയാക്കി വിടുമായിരുന്നു അന്ന്. എന്നാലും എൻ്റെ തല കാണണം എനിക്ക് പോസ്റ്ററിൽ. അപ്പം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഗ്രാഫിക് ഡിസൈൻ ഓൺ ഫോണും ലാപ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള റിസോഴ്സൊക്കെ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരനൊരുത്തനെ എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അവൻ മറ്റേ പണ്ട് നമുക്ക് മുടിയൊക്കെ പൊക്കി കളറൊക്കെ ചെയ്ത് തരുന്ന ഒരുത്തനായിരുന്നു ഓൺ പോസ്റ്റ്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഹരമുള്ളൊരു സാധനമായിരുന്നു. എങ്ങനെ എന്നെ പുറത്ത് കാണിക്കാം ആസ് എൻ ആക്ടർ, ഇങ്ങനെയാണ് പോസ്റ്ററിൽ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്ന പോലത്തെ തിങ്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു സിനിമയുടെ പോസ്റ്റർ ചെയ്യേണ്ടി വരുമെന്ന് വൈൽഡസ്റ്റ് ഓഫ് തോട്ട്സിൽ പോലും ആലോചിച്ചിട്ടില്ല. പിന്നീട് വിസ്കോം പഠിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. വിസ്കോം പഠിച്ചാൽ സിനിമയിലേക്ക് എത്താം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. വിസ്കോം പഠിച്ച് പരസ്യം പഠിക്കാം, പരസ്യം ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിൾ സാധനം ചെയ്യണം സൈഡിൽ. ആക്ടിങ് എനിക്ക് കയറി അപ്പം തന്നെ അങ്ങ് സ്റ്റേബിൾ ആവാൻ പറ്റില്ല എന്ന് എനിക്കൊരു ധാരണയുണ്ട്. അപ്പം എന്ത് പഠിക്കാന്നൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഇതൊക്കെയാണ്. സെല്ലിങ് സ്റ്റഫ്, വിഷ്വലി ഇമേജ് ബേസ്ഡ് കഥ പറയുക, പരസ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
അങ്ങനെ തപ്പി ഞാൻ വിസ്കോം പഠിക്കാൻ ചെന്നൈയിലൊക്കെ പോയി ഒന്നും നടന്നില്ല, ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിരുന്നു അത്. ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി, ക്ലാസ്സൊക്കെ തുടങ്ങി. വീട്ടുകാർ പറഞ്ഞു ചേട്ടാ നീ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ബികോം പഠിക്കാൻ കയറി. ബികോം എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ലാസ്റ്റ് അത് പഠിച്ച്, പക്ഷെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു ഇനീഷ്യലി. പിന്നെ ഈ പറഞ്ഞ പോലെ നാടകമൊക്കെ ചെയ്യാൻ നോക്കുമായിരുന്നു കോളേജിൽ. അപ്പം ഞാൻ സെൽഫ് ഫിനാൻസ്ഡ് ബ്രാഞ്ചിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോയിട്ട് എയ്ഡഡ് ബ്രാഞ്ചിലെ പിള്ളേരെയൊക്കെ വിളിച്ച് നാടകമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ട് ഒരു തെരുവ് നാടകമൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മെയിനായിട്ട് അഭിനയിക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട്. അവർ ടിക്ടോക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവർ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടേ ഇല്ല. പക്ഷെ അവരെന്നെ ഇങ്ങനെ ടിക്ടോക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും, ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെയൊക്കെ വിളിച്ച് ഞാനൊരു തെരുവ് നാടകമൊക്കെ ചെയ്ത് ഇന്റർ കോളേജ് ഫെസ്റ്റിൽ സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടി. അപ്പോഴാണ് കോളേജ് തിരിച്ചറിയുന്നത്, ഓക്കെ ഇവന് പരിപാടി അറിയാലേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് എങ്ങനെയും എൻ്റെ ഫ്രസ്ട്രേഷൻ അഭിനയിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റക്കായി ആ സമയത്ത്. പിന്നെ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയ പോലെ തോന്നിയത്. അതായത് കോളേജിൽ പോണ്ട, ഞാൻ കോളേജിനെ കുറ്റമായിട്ട് പറയാനല്ല, ഞാൻ ചൂസ് ചെയ്ത ഒരു കോഴ്സ് മാറിപ്പോയല്ലോ, എൻ്റെ ട്രാക്ക് ഇതല്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമെങ്കിൽ പോലും. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഒരു സുഖമായി, വീട്ടിൽ തന്നെ ഇരിക്കുക, ഉറങ്ങാം, 3 സിനിമ വെച്ച് കാണാം ഒരു ദിവസം. രാവിലെ എണീറ്റൊരു സിനിമ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞൊരു സിനിമ, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു സിനിമ, അങ്ങനെയാക്കി ഒരുപാട് സിനിമ ഇങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ ഒരു മാസം 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പേടിയും ഫ്രസ്ട്രേഷനും, കാരണം ഇത് തീരുന്നില്ല, ജീവിതം തീർന്നു എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്ന, വീട്ടുകാരൊക്കെ ചോദിക്കുന്നത് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു സാധനം. സിനിമയൊന്നും ഇല്ല, ഇനി അങ്ങോട്ട് ഒന്നുമില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നല്ലോ എല്ലാവർക്കും. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഇത്രയും കാലം ജീവിച്ചിട്ടൊരു പടം പോലും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ട് ഞാൻ തീർന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരി ഞാൻ ഈ കാണുന്ന സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ 1-2 ഗ്രാഫിക് സാധനങ്ങളൊക്കെ ഇടാനും എഡിറ്റൊക്കെ ഫോണിൽ ചെയ്ത് ഇടാനും ഒരു പേജ് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ പേരിലൊരു പരിപാടി തുടങ്ങി. ആദ്യം എനിക്ക് എസ്തെറ്റിക് എന്ന് പറഞ്ഞ വാക്ക് വെച്ചൊരു പേര് ഇടണമെന്നുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എൻ്റെ കോളേജിലെ പിള്ളേര് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്നൊരു #ഹാഷ് ആയിരുന്നു എസ്തെറ്റിക്. അവരിങ്ങനെ തെങ്ങിലൊക്കെ ചാരി നിന്നിട്ട് #എസ്തെറ്റിക്. ഞാൻ ആ പേര് ഉപയോഗിച്ച് എസ്തെറ്റിക്. പിന്നെ എനിക്ക് ഫിലോമിന മാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫിലോമിന മാമിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എസ്തെറ്റിക് കുഞ്ഞമ്മ പറഞ്ഞിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്ത്. അതിലിതായിരുന്നു ഇനീഷ്യലി റിവ്യൂസും, ഞാൻ എടുക്കുന്ന കുറച്ച് ഫോട്ടോസ്, എൻ്റെ ടേക്ക് ഓൺ സിനിമ, ഞാനിത് ഇങ്ങനെയാണ് കാണുന്നത്, ഇപ്പോഴിറങ്ങിയൊരു സിനിമ ഫെയിലായാലും അത് 80s ഇറങ്ങിയിരുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടാനെ, ആൾക്കാർ ഇത്ര കോംപ്ലിക്കേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അനാവശ്യ മണ്ടത്തരങ്ങളൊക്കെ ഇടുമായിരുന്നു ആ സമയത്ത്. പിന്നെ അതിനെ ബാക്ക് ചെയ്യാൻ ഞാൻ നല്ല എഡിറ്റൊക്കെ ചെയ്ത് ഫോണിലൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടും. നല്ല നല്ല വിൻറ്റേജ് ഫോട്ടോകൾ ക്യൂറേറ്റ് ചെയ്ത്, വിൻറ്റേജ് പാട്ടുകൾ, വിൻറ്റേജ് സിനിമകൾ. ഞാൻ അപ്പോൾ ആ സമയത്ത് കുറച്ച് വിൻറ്റേജ് സിനിമ കാണുമായിരുന്നു. വീട്ടുകാരൊക്കെ പറഞ്ഞു തരുന്ന കുറേ ഇളയരാജ, മറ്റേ കിഷോർ കുമാർ, അങ്ങനത്തെ ആ റേഞ്ചിലോട്ടൊക്കെ പോയി ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ചോദിച്ചു ഓക്കെ റെട്രോ സാധനങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് റെട്രോ കണ്ടന്റുകൾ ഞാൻ പുഷ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഒരു നല്ലൊരു ടീമുണ്ടായി പെട്ടെന്ന്, അറിയാതെ തന്നെ ഒരു സുപ്രഭാതത്തിൽ നല്ല കുറച്ച് ആൾക്കാർ, ലൈക്ക് മൈൻഡഡ് ആൾക്കാർ വരുന്നു. രാവിലെ എണീറ്റ് ഇത് മാത്രമേ ഉള്ളൂ പരിപാടി. പുതിയ ഫോട്ടോകൾ തപ്പുക, ഇവർക്ക് കൊടുക്കുക, ഒരുത്തരോട് ക്യാപ്ഷൻ ഉണ്ടാക്കാൻ പറയുക, ഒരുത്തരോട് #ഹാഷ് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയുക. അപ്പോൾ 1-2 പേര് എഡിറ്റ് ചെയ്യുന്ന അറിയാവുന്നവരെ വന്നിട്ട് ബ്രോ നല്ല എഡിറ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ബ്രോനെ എഡിറ്റ് ചെയ്യാറെങ്കിൽ ഞാൻ കുറച്ച് ഐഡിയ തരാം, അത് അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ അതൊരു കൊളാബറേഷനായി. ഒരുപാട് ഇതേപോലെ ലോക്ക്ഡൗണിൽ പെട്ട് കിടക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇന്റർനെറ്റിൽ ഇത് തീർത്ത സമയമായിരുന്നു അത്. ലൈക്ക് അവരുടെ ആർട്ട് എക്സ്പ്രസ് ചെയ്യും. ഒരു വൻ ഷിഫ്റ്റ് കാണുമല്ലോ, മറ്റേ NFT എറ വരുന്നു, ആർട്ടിസ്റ്റുകൾ മറ്റേ പരിപാടി ഇറക്കുന്നു. അപ്പോൾ ആ ഒരു എറയിൽ തന്നെ ഇറങ്ങാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനത്തെ ഗംഭീര ആർട്ടിസ്റ്റുകളായിട്ട് ഇനീഷ്യൽ ടൈംസിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് പേര്, ആരും പരസ്പരം നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ, വീഡിയോ കോൾ പോലും ചെയ്തിട്ടില്ല, ഓൺ കോളാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു മൈൻഡാണ് നമ്മൾ കണക്ട് ആവുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പല നാട്ടിൽ നിന്ന് ആൾക്കാർ. എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നു, വെളുപ്പിനെ എണീക്കും, അല്ലെങ്കിൽ രാത്രിയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, 4 മണി വരെയൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഉറങ്ങും, ഉച്ചയ്ക്ക് എണീക്കും. ഈ ഒരു സൈക്കിളിൽപ്പെട്ട ഒരു 10-15 പേരായിരുന്നു നമ്മൾ. പിന്നെ സിനിമകളിൽ നിന്ന് മാറി നമ്മൾ ഇനീഷ്യലി ഇട്ടൊരു പോസ്റ്റർ, മെയിൻ ആൾക്കാർ ശ്രദ്ധിച്ചൊരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ 80s ഇറങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെന്ന് പറഞ്ഞ പോസ്റ്ററും അതിനൊരു വിശദമായിട്ടൊരു റൈറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി. അത് ഭയങ്കര ഹിറ്റായി. ഭയങ്കര വെച്ചാൽ ഒരു 2000 ലൈക്കൊക്കെ കിട്ടി ആ സമയത്ത്. എനിക്ക് 500 ഫോളോവേഴ്സ് ഉള്ളപ്പോൾ 2000 ലൈക്ക് ഒരു പേജിന് അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആയി. ഓക്കെ ഇത് വർക്കാവുന്നുണ്ട്. അതേ സിമിലർ പാറ്റേണിൽ 1-2 സാധനം ഇട്ടപ്പോൾ വർക്ക് ആയില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല.
സോ ഐ അണ്ടർസ്റ്റുഡ് ഓഡിയൻസ് എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നവരാണ്, ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് ഓഡിയൻസ്. ആ സമയത്ത് ദേ ആർ എക്സ്പോസ് ടു കണ്ടന്റ്. ആ സമയത്താണ് മറ്റേ സ്ക്വിഡ് ഗെയിംസും അതൊക്കെ ഇറങ്ങുന്നത്. എല്ലാവരും എല്ലാം കണ്ടു കഴിഞ്ഞ് പുതിയ എന്തെങ്കിലും ധാരണയിൽ താന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ കുറെ പുതിയ എഡിറ്റ്സും സാധനങ്ങളും, ബഷീറിന്റെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് ചെയ്ത ഇങ്ങനെ ഇരിക്കും, മണിച്ചിത്രത്താഴ് ഒരു ത്രില്ലർ പോലെ കട്ട് ചെയ്ത ഇങ്ങനെ ഇരിക്കും, നാർക്കോസ് മദ്രാസിൽ രജനീകാന്ത് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ വിഷ്വലൈസേഷൻ. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇൻപുട്ട്, കുറെ പേര് വരയ്ക്കുന്നു, കുറെ പേര് ടൈറ്റിൽ ഉണ്ടാക്കുന്നു. സോ ഇതൊരു മിക്സ്ഡ് മീഡിയ ആയി, ഒരു കൊളാബറേറ്റീവ് സാധനമായി. പെട്ടെന്നത് വളർന്നു ഒരു 10-30,000 ഫോളോവേഴ്സിലേക്കും നമുക്കൊരു നമ്മളെ നോക്കി കാണുന്ന ആൾക്കാർ വന്ന്, ആർട്ടിസ്റ്റുകൾ ഇൻസ്പയർ ആവാൻ തുടങ്ങുന്നു, ഒരുപാട് പേജുകൾ വരുന്നു. പേജ് എന്ന് വെച്ചാൽ എസ്തെറ്റിക് കുഞ്ഞപ്പനും വല്യമ്മയും അങ്ങനെയും വരുന്നു. അതേസമയം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇറങ്ങുന്നു. അത് നമുക്കും ഇൻസ്പയറിങ് ആണ് കൂടുതൽ. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ആൾക്കാർ കാണുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ. സോ അതായിരുന്നു ഒരു പീരീഡ് ഓഫ് സുഖം. പിന്നെ എപ്പോഴേക്കും സിനിമകളും ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ആൽബം കവറുകൾ ചെയ്യാനും ഒക്കെ ഓഫറുകൾ വരും. നമുക്ക് അന്നേരം അറിയില്ല. നമ്മൾ ഈ ഉള്ള ആരും ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല. ഇപ്പം എൻ്റെ കൂടെ അന്ന് മെയിൻ കോ ഫൗണ്ടറായിട്ടുണ്ടായിരുന്ന ദീപക് കോളേജിലേ പോയിട്ടില്ല. അവൻ കോളേജിൽ കാനഡയിൽ എങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വരുന്നത്. അവൻ പെട്ടുപോയി. പിന്നെ വേറൊരുത്തൻ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, അവരവരൊക്കെ മറ്റേ യൂട്യൂബ് നോക്കി പഠിച്ചവരാ. ഞാനും അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ആ ഒരു അറിവില്ലായ്മ വാസ് ഓൾസോ ഹെൽപ്ഡ് അസ്. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് ലിമിറ്റഡ് ആയിരുന്നില്ല, ഒരു ഫോർമുലയൊന്നും ഫോളോ ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ചും കൂടെ മറ്റേ ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് ഫണ്ണാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വന്നു. അങ്ങനത്തെ തരത്തിലെ സിനിമകളും ഷോർട്ട് ഫിലിമുകളും ആൽബം കവേഴ്സൊക്കെ നമുക്ക് ഇനീഷ്യലി കിട്ടി. അങ്ങനെയാണ് ആ സ്പേസിലേക്ക് കയറി വീണങ്ങ് പോയി. പിന്നെ വെയിൽ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ആദ്യം കിട്ടുന്നത്. അത് ഇതുപോലെ തന്നെ ഷെയ്ൻ ചേട്ടൻ നമ്മുടെ സ്കൂളിലെ സീനിയർ ആയിരുന്നു. അപ്പോൾ ഷെയ്ൻ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്. അപ്പം അതിൻ്റെ ഡയറക്ടർ റീച്ച് ഔട്ട് ചെയ്തു, നിങ്ങൾ നല്ല രസമുണ്ട് പരിപാടികൾ, അങ്ങനത്തെ തരത്തിലുള്ള രസമുള്ള സാധനങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പടത്തിൽ ചെയ്തോ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ പടം ഇനീഷ്യലി കിട്ടുന്നത്. ഫസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷെ വേറെ റൂം ഫോർ എറർ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് വരാം. പക്ഷെ ഇപ്പോൾ എസ്തെറ്റിക് കുഞ്ഞമ്മ ഇസ് എ നെയിം ആൻഡ് ഒരു നിങ്ങളുടെ അടുത്ത് നിന്ന് സർട്ടൻ സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ ഇതെന്നാണെങ്കിലും എനിക്കത് ബാക്കി ഫിലിം ക്രൂ എല്ലാം അത് പ്രഷറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ആ ഒരു ഓരോ തവണയും പുതിയത് എന്നുള്ള സാധനം പ്രഷർ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രഷറാണത്. ഇപ്പൊ ഒരു സാധനം, ഇപ്പൊ ഒരു കഥ കേൾക്കുമ്പം ഇത് നേരത്തെ ചെയ്ത മൊത്തത്തിലുള്ള സ്റ്റൈലും അപ്രോച്ച് അബാൻഡൻ ചെയ്തിട്ട് പുതിയൊരു സാധനം തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഓഡിയൻസിനും വർക്കാവില്ല എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പ്രഷർ. പക്ഷെ ആസ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻ ഏജൻസി നമ്മളെ പുഷ് ചെയ്യുന്നതോ അങ്ങനെ ഒരു പ്രഷറാണ്. നമ്മൾ പുതിയത് പഠിക്കാനും നമ്മൾ മാർക്കറ്റിൽ പുതിയ കാര്യങ്ങളുണ്ടെന്ന് അറിയാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്രാക്കറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു ഹെൽത്തി പ്രഷറായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. ഒരിക്കലും മറ്റേ ഇവിടെ നമ്മൾ പെട്ടിനി പഴയ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ വീഴ്ചയാണ്. നമുക്ക് പഴയ സാധനം ഉപയോഗിക്കരുത്. ഒരു പടത്തിനൊരു സ്റ്റൈൽ കഴിഞ്ഞാൽ അടുത്തൊരു പടം പുത്തൻ ഒരു പരിപാടി പിടിക്കുക, ചിലപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടായിരിക്കും, ആ പടത്തിൻ്റെ അടുത്ത പാട്ടായിരിക്കും. എന്നാൽ പോലും അതിനൊരു പുതിയ വിഷ്വൽ ലാംഗ്വേജ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളും വളരും. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി നടക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളും വളരും, നമ്മുടെ ടീമും വളരും. സോ ഒരിക്കലും അതൊരു പ്രഷറല്ല. എനിക്ക് ഇഷ്ടമുള്ള ആ പ്രഷർ വന്നുകൊണ്ടിരിക്കണം എല്ലാവർക്കും വളരാനെന്ന് വിചാരിക്കുന്ന തരത്തിലൊരു പ്രശ്നം. ഈ പോസ്റ്റർ ഡിസൈൻ എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ വിചാരിക്കും ഡയറക്ടറോ അല്ലെങ്കിൽ ക്രൂ പറയും ഇന്നൊരു സാധനം വേണം, യു വിൽ ജസ്റ്റ് മേക്ക് ഇറ്റ്. പക്ഷെ അങ്ങനെയല്ല. യു വർക്ക് ലൈക്ക് യു ഹാവ് യുവർ ഓൺ ഐഡിയാസ്. അതെങ്ങനെയാ ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തത്? എനിക്ക് തോന്നുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു പടം വരുമ്പോഴത്തേക്കും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതൊരു ഡയറക്ടറിന്റെ ഫിലിം തന്നെയാണ്. ഹീസ് ദ ഫാദർ. അപ്പം പുള്ളിയാണ് തീരുമാനിക്കുന്നത് അതിന് എന്ത് വിഷ്വൽ വേണം, എന്ത് ലാംഗ്വേജ്, എന്ത് ടോണാലിറ്റി വേണം എന്നൊക്കെ. ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും ഹീൽ ഹാവ് റെഫറൻസസ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ പടം ഇങ്ങനെ ബ്രാൻഡ് ചെയ്യണമെന്ന് പറയാനുള്ളൊരു സ്പേസ് പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം ആ സിനിമയെ നമുക്ക് എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല. ഹീ മെയ്ഡ് ഇറ്റ്. അപ്പം വാട്ട് വി കൻ ഐഡിയലി ഡൂ ഇസ് ഗിവ് ഹിം തോട്ട്സ്. ചേട്ടാ ഇങ്ങനെയൊക്കെ ഇതിനെ വേണേ ബ്രാൻഡ് ചെയ്യാമെന്ന് പറയുന്ന പോലെ. ദർ ആർ പീപ്പിൾ, ഇപ്പം ചില ഡയറക്ടേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും എന്ത് വേണേൽ ചെയ്തോ, ഇതാണ് കഥ, യുവർ ദ ഗൈ, ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയുന്നവരുണ്ട്. ചിലവർ പറയും എനിക്ക് ഇങ്ങനെ തന്നെ വേണം, ഇതാണ് എൻ്റെ പടത്തിൻ്റെ വിഷൻ, എനിക്ക് ഇതേ ടോണാലിറ്റി വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ചിലവർ പറയും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഇതൊക്കെയാണ് എൻ്റെ സോണ്. ഈ മൂന്നിൽ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ അജണ്ട. സോ അത് ഒരിക്കലും നമ്മൾ കോൺഷ്യസ്ലി ഇങ്ങനെ അയ്യോ ഇത് പെട്ടല്ലോ, ഇവർ ഐഡിയ തരുന്നല്ലോ അങ്ങനെയും വിചാരിക്കില്ല. നമ്മൾ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെയുമില്ല.
ഗ്രേറ്റ്ഫുള്ളി നമ്മുടെ ജഡ്ജ്മെന്റ് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഐഡിയ പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൽ അത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് നമ്മളൊരു സ്പെസിഫിക് സാധനം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് തോന്നുന്നില്ല. ഒരുപാട് നല്ല മേക്കേഴ്സ് നമ്മളെ വിശ്വസിച്ച് ആ സാധനങ്ങൾ വർക്കായി കണ്ടപ്പോഴായിരിക്കും പിന്നീട് ആൾക്കാരെ ഇവർക്ക് ഫുൾ ജഡ്ജ്മെന്റ് കൊടുക്കുക. അവരതിൻ്റെ ഇപ്പം ഞങ്ങളിപ്പോൾ രാവിലേട്ടനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രമേയത്തിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പുള്ളി അങ്ങോട്ട് പറയുന്നത് ഫ്രഷ് ആയിരിക്കണം, എൻ്റെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അപ്പോൾ അത് ഉപയോഗിക്ക്, ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിൽ പുള്ളിയുടെ മൈൻഡിലൊരു വിഷ്വൽ ഉണ്ട്. ഇതിനെ കോൺസെപ്റ്റലൈസ് ചെയ്ത് കൊടുക്കുക, ഓപ്ഷനുകൾ കാണിച്ചു കൊടുക്കുക, ചേട്ടാ ഇങ്ങനെയൊക്കെയല്ല ഉദ്ദേശിച്ചതെന്ന് കാണിക്കുമ്പോൾ പുള്ളി എനിക്ക് ഇത് മതി ഇന്ന് പിക്ക് ചെയ്യുന്ന തരത്തിൽ. സോ യു ഹാവ് ടു, ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് നമ്മൾ ഡയറക്ടറിന്റെ മൈൻഡ് മാരി ചെയ്യണം എന്ന് പറയില്ലേ, അതുപോലെ അത് നമ്മൾ അതിൻ്റെ അകത്ത് കയറി ചിന്തിക്കണം. അറ്റ് ദി എൻഡ് വി ആർ മേക്കിംഗ് എ പ്രൊഡക്റ്റ് ഫോർ ഹിം ഓൾസോ. ഇത് ആർട്ടാണ്, എന്നാലും ആ ഒരു പേഴ്സന്റെ ഫിലിം മാർക്കറ്റ് ചെയ്യാനും സെല് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുള്ള ബോധ്യം വരുമ്പം വിൽ വർക്ക് ഫോർ ഹിം ഓൾസോ. സോ ഇതൊരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. അവരെ നമ്മൾ ഉൾപ്പെടുത്തും, അവരും കൂടെ ചേർന്നാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഓൺ ദ വേ അവർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. സോ ഒരിക്കലും നമ്മൾ കൊണ്ടുപോയി സർപ്രൈസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. അപ്പോൾ അവർ ഇത് വേണ്ട എന്ന് പറയും. എപ്പോഴും അങ്ങനെ, ഞങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു, നമ്മൾ തന്നെ ഉണ്ടാക്കി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അവർ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയും. ഇപ്പം നമ്മൾ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ബ്ലെൻഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു പിടിക്കും. അതാണ് പരിപാടി. അപ്പോൾ ഒരു വർക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, തീമിലുള്ള ഒരു പ്രോസസ്സ്? അത് ഒന്ന് വർക്ക് എപ്പോൾ കിട്ടുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ഷൂട്ട് തുടങ്ങുമ്പോൾ കിട്ടുന്ന പോലെ ആയിരിക്കില്ല പടം ഷൂട്ട് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇപ്പം പടം കഴിഞ്ഞു മൊത്തം ഫോട്ടോസ് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന പറയുന്ന പോലെ ആയിരിക്കില്ല പടം തുടങ്ങുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നതൊത്തിട്ടുള്ള പ്രിപ്പറേഷൻസ് വേറെ ആയിരിക്കും. ഇപ്പം DSC ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇനീഷ്യൽ പ്രോസസ്സ് തൊട്ടുണ്ട്, ഇതിൻ്റെ കോൺസെപ്റ്റലൈസേഷൻ തൊട്ടുണ്ട്. സോ അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റുന്നു, ഒരു മൂഡ് ബോർഡുകൾ ഉണ്ടാവുന്നു. സോ ഒരു സ്ക്രിപ്റ്റ് കിട്ടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടീം ഡിസ്കഷൻ കഴിഞ്ഞ് ഒരു മൂഡ് ബോർഡ് ഉണ്ടാക്കും. ഈ മൂഡ് ബോർഡാണ് മെയിൻ ഒരു പടത്തിൻ്റെ ഒരു പരിപാടി നിർണ്ണയിക്കുന്നത് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. ഈ മൂഡ് ബോർഡിൽ ഫോണ്ടിങ് ഓപ്ഷൻസ് ഉണ്ടാവും, കളർ പാലറ്റുകൾ ഉണ്ടാവും, ഫോട്ടോഗ്രാഫിക് റെഫറൻസുകൾ ഉണ്ടാവും, സ്കെച്ച് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പരിപാടി കമ്പൈൽ ചെയ്ത് ഡയറക്ടറിൻ്റെ ഇൻപുട്സ് എടുക്കും. ഡയറക്ടറിൻ്റെ ഇൻപുട്സ് ആ മൂഡ് ബോർഡിലുണ്ടാവും, DOPയുടെ ഉണ്ടാവും, ആർട്ട് ഡയറക്ടർ ഉണ്ടാവും. പിന്നെ നമ്മൾ ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നിമിഷേട്ടൻ്റെ കുറേ പരിപാടി ഉണ്ടായി, ബംഗ്ലാഞ്ചേട്ടൻ്റെ ആർട്ട് ഡയറക്ടറിൻ്റെ കുറേ സാധനം ഉണ്ടായി. എല്ലാം കൂടെ ഒരു സാധനമായി. എന്നിട്ടാണ് നമ്മൾ പ്രോപ്പർ ഐഡിയാസ് വിഷ്വലൈസ് ചെയ്ത് സ്കെച്ച് ഉണ്ടാക്കി ഇതൊക്കെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുക. ഫോട്ടോഷൂട്ടിന് ആർട്ടിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ ചെയ്യാമെന്ന് പറയും. ഇപ്പം 2-3 പടമായിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിന് മുന്നേ ലൈറ്റ് ടെസ്റ്റ് ഒക്കെ അടിച്ച് നോക്കുന്നുണ്ട്. ഒരു ടെസ്റ്റ് ഷോട്ട് എടുത്ത് നോക്കും, ലൈറ്റിംഗ് വർക്ക്. അപ്പം ഞാൻ തന്നെ നിന്നാണ് നോക്കുന്നത്, വേറെ മോഡലില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ നിന്ന് വെച്ച് നോക്കും. ചിലപ്പോൾ 2 ക്യാരക്ടർ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ ഇരുന്ന് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ച് അപ്രൂവ് ചെയ്യും. എന്നിട്ട് വീൽ ഡൂ ദ പോസ്റ്റ് പ്രോസസ്. ഫോട്ടോ എടുത്തിട്ട് അത് ചെയ്യാനൊരു ടൈം എടുക്കും. ചില സാധനങ്ങൾ കുറേ സമയം എടുക്കും, ചില സമയം 1-2 ദിവസത്തിൽ തീരും. അപ്പം അങ്ങനെയാണ് ഒരു ബേസിക്. പൊന്നിയിൻ സെൽവന്റെ ഫ്ലാഗ് ഇത് പറഞ്ഞ പോലെ വളരെ ഷോർട്ട് ടൈമിൽ ചെയ്തതാണ്. ഒരു ദിവസം കൊണ്ട് എന്തോ ഉണ്ടാക്കിയതാണ് അത്. ഒരു ദിവസം കൊണ്ട് അത് കോൺസെപ്റ്റലൈസ് ചെയ്ത് 2ാമത്തെ ദിവസം ഫുൾ ഔട്ട് കൊടുത്ത് അങ്ങനെയാണ് അത് ചെയ്തത്. അതെ, അത് പെട്ടെന്ന് അവർക്ക് വേണമായിരുന്നു. അവർ ഓൾറെഡി ഫ്ലാഗ്സ് ഉണ്ടാക്കിയായിരുന്നു, അത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിടിച്ചാണ്. മൂവി പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ട് ഒരു 70s 80s പ്രോപ്പർ ആർട്ടിസ്റ്റ് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പിന്നെ ഒരു ഏർലി 2000s 2010s അതിന്റെ ഒരു വാല്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ അതിലേക്ക് അധികം ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെയും അത് ഒരു അതിൽ ഇൻട്രസ്റ്റ് റിവൈവ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിൽ എസ്തെറ്റിക് കുഞ്ഞമ്മ അറ്റ്ലീസ്റ്റ് ഒരു മലയാളം ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും റോൾ പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം പോസ്റ്ററുകളിൽ ഇപ്പം പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഫോക്കസ് ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്നും, ഇപ്പം ഫിലിം മേക്കേഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യുകയും പിന്നീട് ഈ പറയുന്ന പോലെ ഓഡിയൻസ് അത് കാണുമ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യും, അതിൻ്റെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ അത് ഇതിൽ മാത്രമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സിനിമയുടെ എല്ലാ ആസ്പെക്റ്റിലും ഇപ്പം ആൾക്കാർ ഇപ്പോൾ ഒരു പടം കണ്ടു കഴിയുമ്പോൾ തന്നെ അടിപൊളി കഥ, നല്ല കോമഡി എന്നല്ല പറയുന്നത്, നല്ല ഗ്രേഡിങ്, നല്ല സൗണ്ടിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത്രയും എല്ലാം അറിയാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പോസ്റ്റ് കോവിഡ് ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷനിൽ തന്നെ ആൾക്കാർ ഗംഭീര കണ്ടന്റിന് എക്സ്പോസ്ഡ് ആയി. ഒരു ടൈം വന്ന് വേർ പീപ്പിൾ
ഗോട്ട് ടു സീ എവറിത്തിങ്. സോ നമ്മളൊരു നോർമൽ സാധനം കൊടുത്ത് അവരെ പറ്റിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ദേ സ്റ്റാർട്ടഡ് ചെറിഷിങ് പ്രോപ്പർ ആർട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആർട്ട് ചെയ്യുന്ന സാധനമാണ് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം നമ്മൾ മധുരമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്താണ് ടൈറ്റിൽ ചെയ്തത്. അപ്പം നമുക്ക് അതുവരെ ചെയ്ത എല്ലാ പോസ്റ്ററേക്കാളും വൻ അപ്രീസിയേഷൻ ഇപ്പോൾ കിട്ടി. സോ ഐ അണ്ടർസ്റ്റുഡ് നമുക്കും ഏറ്റവും സന്തോഷവും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സാധനങ്ങളിലൊന്നാണ്. സോ അപ്പം ഞാൻ വിളിച്ചത് ആർട്ടിന് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അത് എത്ര വർഷം കഴിഞ്ഞാലും അത് റീകോളും കിട്ടും. അത് ചെയ്യുന്നൊരു എഫേർട്ടിനൊരു പ്രാധാന്യം ഉണ്ടാവും. അപ്പം ഓഡിയൻസിൻ്റെ ഒരു ഷിഫ്റ്റാണ് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും. അതിൽ എനിക്ക് തോന്നുന്നുള്ള എസ്തെറ്റിക് കുഞ്ഞമ്മയ്ക്കൊരു റോൾ ഉണ്ടെന്നോ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്നോ അറിയില്ല. ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നൊരു ടൈമിൽ ഒരു എഫേർട്ട് ഇട്ടൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഗംഭീര ആർട്ടിസ്റ്റുകൾ പുറത്ത് പലതും ചെയ്യുന്നുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. നമ്മളിപ്പം ഒരു വന്നിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അവർ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മളും ഓക്കെ ഇതുപോലെയൊക്കെ ചെയ്യണം, അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം ഓൾറെഡി ദി ഓഡിയൻസ് ആർ ലുക്കിംഗ് ഔട്ട് ഫോർ പീപ്പിൾ. അതങ്ങനെ സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു ആ പരിപാടി. ഈ AI വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ പേടി ഉണ്ടായോ ഇത് എവിടെ എത്തുന്നുള്ളത്? പേടിയല്ല, ആക്ച്വലി ഇപ്പം അതൊരു ഭയങ്കര റോങ് കോൺസെപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം ഒരു ടൂളാണ്. നമ്മൾ ആ ടൂള് യൂസ് ചെയ്യാം. അത് ആ ടൂള് വെച്ചിട്ട് നമ്മുടെ പ്രോസസ്സുകളെ ഫാസ്റ്റർ ആക്കാം, സിമ്പിൾ ആക്കാം. പക്ഷെ എക്ക് ഒരിക്കലും ഒരു സ്പെസിഫിക് വിഷൻ ഇല്ല, പേഴ്സ്പെക്റ്റീവ് ഇല്ല. ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവ് ആണ് വേറൊരു ഹ്യൂമൻസിന് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു 10 കഥ നമ്മൾ പല എക്ക് കൊടുത്താൽ അതെല്ലാം ഒരേപോലത്തെ സിനിമകളാക്കി അല്ലെങ്കിൽ വിഷ്വലാക്കി അത് തരും. പക്ഷെ നമ്മൾ ഒരു കഥ 10 ഡയറക്ടർ കൊടുത്താൽ 10 ടൈപ്പ് സിനിമ കിട്ടത്തില്ലേ? 10 ടേസ്റ്റ്, 10 ഫ്ലേവർ, 10 പേഴ്സ്പെക്റ്റീവ്, 10 ഷോട്ട്. അപ്പം ആ പേഴ്സ്പെക്റ്റീവാണ് ഹ്യൂമൻസിന് ഇഷ്ടം. ഒരു അതിലെ മിസ്റ്റേക്സും ഓർഗാനിക്നെസ്സും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. സോ ഒരിക്കലും അങ്ങനെ ഒരു ത്രെറ്റ് പോലെ ഒറ്റയ്ക്ക് പോയി അത് ഒരു സാധനം ചെയ്ത് അത് പരിപാടി പിടിച്ചങ്ങ് പോകില്ല. ആൾക്കാർ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഉറപ്പായിട്ടും ഒരു സാധനം എക്സ്റ്റെൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ഇപ്പോൾ ഫാസ്റ്റർ ആകുന്നത് ടൂൾസ് വെച്ചിട്ടാണ്. അപ്പം ഒരു പേഴ്സ്പെക്റ്റീവ് ഇല്ല. നമുക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നെ യൂസ് ചെയ്താൽ അത്ര നല്ലത്. അതൊരു ടൂളാണല്ലോ. അപ്പം നമുക്കത് സന്തോഷിക്കാനുള്ള ഒരു വകയല്ലേ, പേടിക്കാൻ ഉള്ള കാര്യമില്ലല്ലോ. ഈ എസ്തെറ്റിക് കുഞ്ഞമ്മ ഇത് കൊണ്ടുപോകുന്ന കൂടെ അഭിനയിക്കണം എന്നുള്ള ആ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ. സോ എങ്ങനെയാ ഇത് ഫസ്റ്റ് ബ്രേക്ക് കിട്ടുന്നത് അഭിനയത്തിലേക്കോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് മറ്റേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ട് പിന്നീട് ഇതേപോലെ നാടകക്കളരിയിലേക്ക് ഓഡീഷന് വന്നതായിരുന്നു റോഷൻ ആൻഡ്രൂ സർ. അവിടെ നിന്നാണ് നമ്മൾ ഒരു 5-6 പിള്ളേരാണ് സ്കൂൾ ബസ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചത്. ഞാൻ വിചാരിച്ച അതിന് ശേഷം ഒരുപാട് റോൾസ് എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ഞാൻ. ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ഡെയിലി പോയി അഭിനയിച്ചിട്ട് വന്നതാണ്. എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം പിന്നെ 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 10, 11, 12 ഞാൻ ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞൊരു 100-120 ഓഡീഷൻസ് ഞാൻ കുറേ കയറിയുന്നുണ്ട്. ചിലതൊക്കെ ഫേക്ക് ഓഡീഷൻസ് ഒക്കെ ആയിരിക്കും, വെറുതെ ചുമ്മാ ഒരു പോസ്റ്ററൊക്കെ അടിച്ച് വെച്ച്. ഞാനിപ്പം എൻ്റെ അച്ഛനെ ഇങ്ങനെ എന്നെ കൊണ്ടുപോയിരുന്നു എല്ലായിടത്തും. പോയി മെനക്കെട്ട് ഒന്നും നടക്കുന്നില്ല, ഒറ്റപ്പടം കിട്ടുന്നില്ല. ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുമായിരുന്നു. അതെൻ്റെ എല്ലാ ഡയറക്ടേഴ്സിനൊക്കെ അയച്ചു കൊടുക്കും, പരിചയമുള്ളവരെയൊക്കെ കാണിക്കും. അതായിരുന്നു ഒരു മെയിൻ ഹരം. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ 1-2 ഷോർട്ട് ഫിലിംസ്, ബിഗർ ഷോർട്ട് ഫിലിംസും പരസ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊണ്ട് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അവിടേക്ക് തന്നെ എത്തി അഭിനയിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാനൊരു ഒറ്റ സീന്, ഒരു ഡയലോഗ് മാത്രം കിട്ടുന്നൊരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ആണ് എൻ്റെ അതൊരു അടിപൊളി കഥയായിരുന്നു. ഞാൻ ആദ്യം അഭിനയിച്ചപ്പം എനിക്ക് ആരെ ഡയറക്ടർ എന്ന് മറന്നുപോയി. ഒറ്റ ഡയലോഗേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരത് പറയുമെന്ന് വെച്ചപ്പം ഫസ്റ്റ് കൈമുക്കി പയ്യനെ ആ ഡയലോഗ് കൊടുത്ത്, എന്നിട്ട് അവരത് ഷൂട്ട് ചെയ്തു. അപ്പം എനിക്കിങ്ങനെ സങ്കടമായി. ഇപ്പം എനിക്കൊന്നുമില്ല, എനിക്ക് നിന്ന് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടാൽ മതി. നമ്മൾ 3 പിള്ളേർ ഒരു പോസ്റ്റർ എന്തോ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നപ്പോൾ ഈ പയ്യൻ ഒരു ഡയലോഗ് പറയുന്നു, അവിടെ കട്ട്, അടുത്തൊരു സീക്വൻസ്, അങ്ങനെ പല സീക്വൻസ്. ഞാൻ തിരിച്ച് വിഷമിച്ച വയസ്സ് ഒരു ഡയലോഗിലും കിട്ടിയില്ല. ഒരു ഡയലോഗ് ഉണ്ടായത്, അവൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, മോനെ ഇത് റീഷൂട്ട് ചെയ്യണം, ഡിലീറ്റ് ആയിപ്പോയി മൊത്തം. ഞാൻ ഓക്കെ. പക്ഷെ എനിക്ക് വിഷമമായിരുന്നു, എന്തിനാ ഡയലോഗില്ലല്ലോ എന്ന് പറഞ്ഞാൽ. ഞാൻ തിരിച്ചു ചെന്നപ്പം ഇത്തവണ പക്ഷെ പുള്ളിക്ക് പറഞ്ഞപ്പോൾ അങ്ങോട്ട് എന്തോ സെറ്റായില്ല ആ കൂടുന്ന പയ്യന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് എക്സ്പ്രഷൻ ഇട്ട് പണ്ടാടങ്ങുന്നുണ്ട് ഡയറക്ടർ, മോനെ എന്നാ നീ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്ക്.
ഞാൻ ഒരാഴ്ച തന്നെ പുള്ളി ഓക്കെ ബാക്കപ്പ്. ആ ഡയലോഗ് ഇങ്ങനെ എനിക്ക് കിട്ടി ആ പരസ്യത്തിൽ. അങ്ങനെയാണ് ഞാൻ അതിൽ ഒരു ഡയലോഗ് പറഞ്ഞാൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പരസ്യമാണോ ആണെന്ന് തോന്നുന്നു, ഏതോ എനിക്ക് ഓർമ്മയില്ല. എത്ര വർഷം മുന്നെയാണ്? ഞാനൊരു 2018 തോന്നുന്നു. അങ്ങ് നിങ്ങളന്ന് ജനിച്ചിട്ടില്ല. അപ്പൊ അതായിരുന്നു ഒരു അങ്ങനെയൊക്കെ കുറച്ച് റോളുകൾ. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ഇത് കിട്ടിയത് പൂക്കാലം മധുരത്തില് ഒരു റോൾ ഞാൻ ഒറ്റൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ ഇത്ര താല്പര്യപ്പെട്ട് വന്ന് DSRയിലാണോ ഒരു പ്രോപ്പർ റോളായിട്ട് തോന്നിയത്? ഒരിക്കലല്ല, എനിക്ക് എന്ത് റോളെങ്കിലും മതി എന്ന് വിചാരിച്ചെടുത്ത്. അതെ, അപ്പം എന്തെങ്കിലും മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പം ഇന്നത് ചെയ്യണമെന്നൊന്നും ഉണ്ടായില്ല, എല്ലാ ടൈപ്പ് സാധനം ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ആസാമീസ് പയ്യനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ലിറ്റിൽ ആർട്സ് എന്ന് പറഞ്ഞ പടത്തിൽ. എനിക്ക് അതേസമയം പടക്കളോ എനിക്ക് ഭയങ്കര എൻജോയബിൾ സാധനം. അപ്പം എന്തെങ്കിലും പണ്ട് ഒരു ഡയലോഗ് കിട്ടി അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇന്നതേ ചെയ്യുന്നൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും മതി എന്നുള്ളൊരു സ്പേസിലാണ്. വേരിയേഷൻസ് ട്രൈ ചെയ്യണമെന്നുണ്ട്, ഇങ്ങനെ പല സാധനം ഇത് ചെയ്തു ഇനി അടുത്തത് അങ്ങനത്തെ ഒരെണ്ണം, സോ ദാറ്റ് വി കൻ പുഷ് അവർ സെൽസ് ആസ് എൻ ആക്ടർ ട്രൈ ചെയ്യാം, അങ്ങനെ ഉള്ളു. ഇപ്പോൾ DSRയിലേക്ക് വരുമ്പം ഒബ്വിയസ്ലി ഭയങ്കര അപ്രിസിയേഷൻ നരുണ്ട ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. അതിലുള്ളൊരു പ്രിപ്പറേഷൻ എന്തായിരുന്നു? അതുപോലെ അതിലുള്ള പ്രിപ്പറേഷൻ എന്തായിരുന്നു? ഞാൻ ഇപ്പം രാഹുലേട്ടൻ്റെ അടുത്ത് ഞാൻ ഭൂതകാലം തൊട്ടിട്ട് എനിക്ക് രാഹുലേട്ടനെ അറിയാം. ഭൂതകാലം തൊട്ട് എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡിസൈനിന്റെ പരിപാടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഏതോ ഒരു പോയിന്റിൽ രാഹുലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയണം. രാഹുലേട്ട് പറഞ്ഞു, ഏട്ടാ ഇതിൽ ഒരു വീടും 2 പേരും ഉള്ളു ഈ പടത്തിൽ, റോളില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടാ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയാം. എടാ ഇതിൽ ഒരു വീട് 3 പേരേ ഉള്ളൂ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, നീ എനിക്ക് ഏത് റോള് തരും? 3 പേരില്ല ആരെങ്കിലും, 3 പേര് നല്ല പ്രായമുള്ളവരോ? ഓക്കെ അതുകൊണ്ട് അടുത്തത്. പക്ഷെ പുള്ളി ഞാൻ പിന്നെ ചോദിച്ചിട്ടേ ഇല്ല, പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ഞാൻ അടുത്തത് ഒരു വീട് ഒരാളുള്ളൊരു പടമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് പുള്ളിയുടെ വിഷനിൽ ഭയങ്കര വിശ്വാസമുണ്ട്. പുള്ളി അടിപൊളി മേക്കർ. അപ്പൊ എനിക്ക് പുള്ളിയുടെ പടം കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗം ഞാൻ ഒരു പരിധി കഴിഞ്ഞ് രാഹുലേട്ടൻ്റെ ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. ഞാനിപ്പം ഷെയ്ൻ ചേട്ടനെ കാണുമ്പോഴാണെങ്കിലും ബ്രഹ്മയുഗത്തിലെല്ലാവരും കാണുമ്പോഴാണെങ്കിലും ഇതുവരെ കാണാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ അമ്മ ഇത് എങ്ങനെ ഒരു സീനെങ്കിലും അഭിനയിക്കണമല്ലോ എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് മറന്നു കളഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു സാധനത്തിൽ. ഞാൻ പടക്കളമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് രാഹുലേട്ടനെ നിർബന്ധിച്ചിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെ നമുക്ക് കാണാം, പടക്കളം കാണാം. രാഹുലേട്ടൻ ഇതുവരെ എൻ്റെ ഒരു പടവും കണ്ടിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പണ്ട് ചെയ്ത 4 ആമോസ് എന്ന് പറഞ്ഞത്. അപ്പം അത് പുള്ളി കണ്ടിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ അറിയാമല്ലേ, ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ പടം കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഒരെണ്ണം. അപ്പോൾ ഈ പടം തുടങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ്, നീ കൂടുതൽ ചോദിക്കരുത്, ഞാൻ നിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ രാവിലെ ഫുൾ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യും, പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹൊറർ പടത്തിൽ എഴുതിയതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് വൺ ഡേ ടോൾ മീ, നീ ഒരു സാധനത്തിന് ഓഡിഷൻ ചെയ്യും, സ്ക്രിപ്റ്റ് വായിക്കുമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഇതിൽ ഏത് റോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ചോദിച്ചു. ഞാൻ ഇതിൽ ഏത് വേണമെങ്കിലും ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അത്ര വേണ്ട, നീ ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് കിരൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ സീൻസും അതിലൊരു എക്സൈറ്റിങ് സാധനം വീഴുക എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു പൊളിക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചേട്ടാ ഇത്. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇത് ഞാൻ നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതി, നീ ഒന്നും ചെയ്യേണ്ടത് നീയാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. ഞാൻ എങ്ങനെയാണോ അതിൻ്റെ ബാങ് ഓപ്പോസിറ്റ് ആയിരുന്ന ക്യാരക്ടർ. എനിക്കറിയില്ല ചേട്ടൻ എങ്ങനെയാണ് അത് എന്നെ വെച്ച് എഴുതിയത്, എന്നാലും അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനൊരു പയ്യനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എൻ്റെ സ്കൂളിലൊരു ഫ്രണ്ട് അവൻ്റെ വീട്ടിലൊരു ഫ്യൂണറലിനനുബന്ധിച്ചിട്ട് ഞാൻ പോയപ്പം, ഞാനൊരു 10ാം ക്ലാസ്സിൽ പോയപ്പോഴത്തേക്കും ഞാൻ കണ്ടൊരു വിഷ്വലായിരുന്നു. അപ്പം അതിൽ കിരൺ ഇനീഷ്യലി സ്ക്രിപ്റ്റ് പ്രകാരം പുള്ളി ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, പ്രണവ് ചേട്ടൻ വരുന്നു, സംസാരിക്കുന്നു, അങ്ങനെയായിരുന്നു ചേട്ടൻ സജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഞാനിതിങ്ങനെ വെറുതെ പറഞ്ഞു, ചേട്ടൻ ഞാൻ ചെന്നപ്പോൾ ഒരു പയ്യൻ അവനിങ്ങനെ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അടിച്ചടിച്ചിങ്ങനെ നിൽക്കുന്നത്. എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ തട്ടിക്കൊണ്ട് സംസാരിക്കുന്നു, കാഷ്വൽ ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ പട്ടി വേറെ പട്ടിയായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനത് കണ്ട് എനിക്കിങ്ങനെ ഇതുപോലെ അവൻ്റെ ഒരു മൈൻഡ് സ്പേസിൽ അവനെന്തോ പറ്റിയത്. അപ്പം ഞാനിതിങ്ങനെ രാവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ചിങ്ങനെ പറഞ്ഞു കാണിക്കുക. പുള്ളിയുടെ ഇത് കൊള്ളാം, ഇത് തന്നെ വേണമെങ്കിൽ ഞാൻ നിനക്ക് ഫുട്ബോൾ തരാം, എന്താണെന്ന് വെച്ചാൽ പിടിച്ചോ, ഇത് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു.
പിന്നീട് രാവിലെ ഒരു പെർമിഷനും ഒരു ഇതൊക്കെ വെച്ചിട്ട് ആ സീനിനെ അങ്ങനെ കുറച്ച് ട്വീക്ക് ചെയ്ത് ചേട്ടൻ എനിക്കൊരു ഫ്രീഡം തന്ന്. സോ ഐ തോട്ട് വിൽ ട്രൈ ഔട്ട്. അപ്പം പിന്നെ പാരലലി ഞാൻ ഗോപൻ ചിദംബരം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ, ഗോപൻ സാറ് റൈറ്ററാണ്, യോബിൻ്റെ പുസ്തകം തുറമുഖം എഴുതി. അപ്പം ഞാൻ എപ്പോഴും ഒരു സിനിമ കിട്ടുമ്പോൾ ഗോപൻ സാറിൻ്റെ അടുത്ത് പോകും, ഇങ്ങനെ ഒരു സാധനം കിട്ടി എങ്ങനെ വ്യത്യസ്തമാക്കാം, ചിലപ്പോൾ ഒരു സീനൊക്കെ ഉണ്ടാവുള്ളൂ, എങ്ങനെ വ്യത്യസ്തമാക്കാന്നൊക്കെ ഒന്നും ചെയ്യണ്ട വെറുതെ നിന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഇത്തവണ ഇങ്ങനെ ഗോപൻ സാർ എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തന്നു. സാറിൻ്റെ കുറേ എക്സ്പീരിയൻസസും ഒരാൾക്കാർ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറുമായിരുന്നു, നീ ഇങ്ങനത്തെ റെഫറൻസുകൾ കാണ്, ഇങ്ങനത്തെ വീഡിയോസ് നേരിട്ടുള്ള സാധനങ്ങൾ കാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കുറേ ഐഡിയാസ് തന്നിട്ടുണ്ടായി. കിരൺ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഒരു ഫുൾ ഡേ ആലോചിക്കുക, രാവിലെ എണീറ്റിട്ട് അവൻ ഉറങ്ങുന്നവരെ എന്തൊക്കെ ചെയ്യും, എത്ര മണിക്ക് എന്തൊക്കെ ചെയ്യും എന്നൊക്കെ. സോ അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്താൽ യു ക്യാൻ ഡൂ ഇറ്റ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു നോക്കി. ഓൺ സെറ്റ് ഞാൻ മാക്സിമം ആൾക്കാരോട് സംസാരിക്കാതിരിക്കാനാണ് നോക്കിയത്. ഞാൻ ഭയങ്കര സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒതുങ്ങി മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇരുന്നിരുന്ന് തന്നെ എനിക്ക് പ്രാന്താവുമായിരുന്നു. ഞാൻ പിന്നെ പ്രണവ് ചേട്ടനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു സീന്. എനിക്ക് ഒന്നാമത് ടെൻഷൻ, ഞാൻ സിഗരറ്റ് പിടിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഇതെങ്ങനെ കറക്റ്റ് പിടിക്കുക, അപ്പം ഞാനിങ്ങനെ അത് പിടിച്ചു നോക്കി ഇങ്ങനെ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ കുറേ നേരം മിണ്ടാതെ ഇരിക്കണാണ് രാവിലെ വന്ന് ചോദിക്കും, താ മിണ്ടുന്നില്ലേ ഇന്ന് മറ്റേ മെത്തേഡ് ആക്ടിങ് ആണോ എന്നൊക്കെ. ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇരുന്നിരുന്നിരുന്ന് ഭയങ്കര പ്രാന്താവും. എന്നിട്ട് ആ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ഹെൽപ്പ് മീ കുറച്ചൊക്കെ. വേറെ ഒരുപാട് ഭയങ്കര പ്രോസസ്സൊന്നും പിടിച്ചിട്ടില്ല, അതെങ്ങനെയൊക്കെയോ അങ്ങനെ പിടിച്ച് പോയതാണ്. നാച്ചുറൽ ആക്കാനാണ് ശ്രമിച്ചത്. അത് പിന്നെ ആ ഡയറക്ടർ നമ്മൾക്ക് തരുന്നൊരു സ്പേസും ആ ഒരു സെറ്റിങ്ങും അതിനെ ഷൂട്ട് ചെയ്യുന്ന പരിപാടികളും കൂടെയുള്ള ആക്ടർ പ്രണവ് ചേട്ടൻ്റെ ഒരു ഡൈനാമിക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പ്രോസസ് ചെയ്തിട്ടും കാര്യമില്ല. അവര് നമ്മളെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് ദേ ഹാവ് ഹെൽപ് മീ എ ലോട്ട്. എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് കാണുന്ന പ്രിവ്യൂ ഷോന് തന്നെയായിരുന്നു. അല്ല, ഞാൻ ഡബ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് എനിക്ക് രസമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ സീനും എനിക്ക് ഡൗട്ടായിരുന്നു, ഇത് എങ്ങനെയാണ്, കറക്റ്റാണോ. ഞാൻ ഇങ്ങനെ രാവിലെ ചോദിക്കുമായിരുന്നു ഇങ്ങനെ, ചേട്ടാ ഇത് പെർഫെക്റ്റ് ആണോ, ഇത് കുറച്ചുകൂടെ നന്നാക്കണമായിരുന്നല്ലേ, എനിക്കൊരു തൃപ്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ രാവിലെ പറയില്ലായിരുന്നു, കുഴപ്പമില്ല നോക്കാം എന്നൊക്കെ പറയും. പിന്നീട് ഞാൻ തിയേറ്ററിൽ ആണ് ഫുള്ളായിട്ടൊന്ന് ഒരു ഫ്ലോയിൽ കാണുന്നത്. ഇല്ല, എനിക്ക് ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു കാണാനാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ തിയേറ്ററിൽ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞൊരു പെട്ടെന്നൊരു ഡിപ്പ് വരികയും എൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛനെ അറിയാം സീൻ ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളി വരെ കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ കാലിലൊക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പൊ എനിക്ക് ഓക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സോ എനിക്കത് ഇഷ്ടമാണ്. ആൾക്കാർ ഓക്കെ ഒരു സീന് വർക്കാവുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമേ ഉള്ളൂ, അല്ലാതെ ഞാൻ പേടിച്ചിട്ടില്ല അതിന് കണ്ട്. ഇല്ല, ഞാൻ ഒരുപാട് ഹൊറർ ഫിലിംസ് കാണുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമകൾ കാണുകയും ഡിസ്റ്റർബ്ഡ് ആവുകയും രാത്രി കിടന്ന് ഒറ്റയ്ക്ക് പേടിച്ച് കിടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ നമ്മള് ലാസ്റ്റ് സംസാരിക്കുമ്പം DSRന്റെ ഉള്ള എന്ത് ബ്രീഫാ കിട്ടിയ പോസ്റ്ററിനെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറയാൻ പറ്റുമോ, എന്തായിരുന്നു ആ ബ്രീഫ്, എന്താണ് ആ പോസ്റ്ററിലുള്ള ഫസ്റ്റ് വന്ന അത്? എൻ്റെ അടുത്ത് കഥ വായിക്കാനാ പറഞ്ഞത്. കഥ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിച്ചു, ചേട്ടാ നമ്മളൊരു ഓയിൽ പെയിന്റിങ് ഓൺ ക്യാൻവാസ് പരിപാടി പിടിക്കട്ടെ, അത് പുതിയതായിരിക്കും, ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ പടത്തിന്റെ ടോണാലിറ്റിക്കും മൂഡിനും അത് സംസാരിക്കുന്ന കാര്യത്തിന്റെ ഒരു ലോവർ ലെയറിനൊക്കെ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്, നമുക്ക് വേണേൽ അങ്ങനെ ഒരു ടെക്നീക്ക് പിടിച്ചാലോ. അപ്പം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു ഓയിൽ പെയിന്റിങ് സാധനം ഇതുവരെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. അതൊരു പുത്തൻ മീഡിയമാണ്, അതിന് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിൻ്റെ എക്സ്പേർട്സ് ചെയ്യണം, സമയം എടുക്കും. അതൊരു 6 മാസത്തോളം ഒക്കെ എടുത്ത് ആണ് ഏറ്റവും ചെറിയ സാധനം വരെ ചെയ്യുന്നത്. എങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് അത് പ്രാക്ടിക്കലി ക്വിക്കറാക്കാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത് ഇനീഷ്യലി. പക്ഷേ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഭയങ്കര ഓപ്പൺ ആയിരുന്നു. എന്ത് എക്സ്പെരിമെന്റ് വേണമെങ്കിലും ചെയ്തു, പെയിന്റിങ്ങോ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്തു, പടത്തിന്റെ ഒരു മൂഡായിട്ട് വർക്കാവണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ തോട്ട്, ഒരു റൗണ്ട് സാധനം, ഒരു കിണറിനെ സജസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കി. സോ അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ്, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ഈ പടമായിട്ട് ബന്ധമുള്ള അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് തന്നെ ഉണ്ട്. അപ്പം അത് ഉണ്ടാക്കി റഫ് വരച്ചു വെച്ചിട്ട് നമ്മൾ രാവിലെ കാണിച്ചിട്ട് ഇതാണ് റഫ്, ഇങ്ങനെ വരും ഒറിജിനൽ ബോഡി. അപ്പോൾ പണ്ട് ആൾക്കാർ ഇതിനെ
എനിക്ക് തോന്നുന്നു റെഫറൻസ് ഒക്കെ വെച്ച് വരച്ചുകൊണ്ടിരുന്നത്. അനാറ്റമിക്കലി പെർഫെക്റ്റ് ആവാൻ ആൾക്കാർ എങ്ങനെയാണോ ആ ഷേപ്പിൽ കിടത്തി നിർത്തിയൊക്കെ നോക്കി വരയ്ക്കുമായിരുന്നു. ഫോട്ടോ എടുത്തൊക്കെ പിന്നെയും വരയ്ക്കാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഇമേജസ് ഇല്ല. അപ്പം അത് റെഫറൻസ് ഇല്ലാതെ ഉണ്ടാക്കി നമ്മൾ റഫ് സ്കെച്ച് ചെയ്യും. ജോജോ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് വന്നു. അപ്പോൾ അവൻ ആ ഒരു റഫിൽ നിന്നാണ് പിന്നീട് അത് ഡെവലപ്പായത്. അപ്പം അതിൽ താഴെ പ്രണവ് ചേട്ടൻ കിടക്കുന്നുണ്ട്. പുള്ളി നമ്മളായിട്ട് അങ്ങോട്ട് പറഞ്ഞ പുള്ളി കാണുന്നൊരു ഹോൾ നൈറ്റ് മെയർ പോലെയാണിത്. പുള്ളിയുടെ കയ്യിൽ ക്ലിപ്പുണ്ട്, നടുക്ക് നേരെ കിണറ്റിൽ നിന്ന് പിടിച്ചെടുത്ത് വെച്ചേക്കുന്നൊരു സ്ത്രീ രൂപം, കാലിൽ ചിലങ്ക. അപ്പം നമ്മൾ അതൊക്കെ മിമിക് ചെയ്യാൻ കുറേ പാടുപെട്ടിട്ടുണ്ടോ. കറക്റ്റ് ആ ഡെഡ് ബോഡി ഇങ്ങനെ ഇരിക്കണം, എങ്ങനെയാണ് കഴുത്ത് റിയാക്ട് ആവുക. അപ്പം അതൊക്കെ ഞാൻ തന്നെ പോസ്റ്റൊക്കെ ചെയ്ത് നോക്കുകയും നമ്മൾ തന്നെ പോസ്റ്റൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പല പല പൊസിഷനിൽ ഇരുന്ന് നോക്കി അതിനനുസരിച്ച് വരച്ച്. ഇപ്പം വെള്ളത്തിൽ കിടക്കുമ്പം സ്വെല്ലാവും കുറച്ച്. അപ്പം കാലിനൊക്കെ ഇത്തിരി തടി വരും, ചിലങ്ക കെട്ടുമ്പോൾ അവിടെ മാത്രം ഇങ്ങനെ ടൈറ്റായിട്ടൊക്കെ. പക്ഷെ ഇത്തരത്തിലെ ഡീറ്റെയിലിങ്ങുകളിലൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നീട് അത് ഡിജിറ്റലിയും കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് സാം എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്. ഇപ്പം പടത്തിലെ എല്ലാ എലമെന്റ്സ് ഇപ്പം അതിലൊരു പോയിന്റിൽ നമ്മുടെ മധു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എൽസമ്മയുണ്ട് അതിൽ. മധു ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അതിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് അതിൽ. പടത്തിൻ്റെ എൻ്റെ ഒരു ഡിപ്പിക്ഷൻ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പടം കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഓക്കെ ഇതൊക്കെയാണല്ലോ ഉദ്ദേശിച്ചതെന്ന് തോന്നുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് തോന്നിയെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല. നമുക്ക് ആ മീഡിയം ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അത് പിന്നെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെന്റിലേഷൻ വേണം. പിന്നെ ഒരു ലെയർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷാഡോ അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങിയാലേ അടുത്ത് അടിക്കാൻ പറ്റുള്ളൂ. അത് ഉണങ്ങാനൊരു ടൈം. ഇപ്പോൾ 1 മാസം എടുക്കേണ്ട സാധനമാണ് 3 മാസം എടുത്തു പോയത്. സോ ഒരു 3 മാസം എടുത്ത് ചെയ്തൊരു പരിപാടിയായിരുന്നു അത്. പ്രതീക്ഷയില്ല അങ്ങനെ പോകുന്നു. ഈ ഡിയസിറ ആയിരിക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ടൈറ്റിൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നുള്ളതിൽ പ്രൊനൗൺസിയേഷൻ വീഡിയോ തന്നെ ഇറക്കുന്നത്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ക്രൂവിൽ ഇതിപ്പോ കൺഫ്യൂഷൻ ആവും, നാട്ടുകാരൊന്നും പറയണില്ല എന്നൊരു ഫീലിംഗ് വന്നിരുന്നു? ഇനീഷ്യലി ഇപ്പൊ നമ്മളെ ആണെങ്കിലും രാഹുലേട്ടൻ ഇതെങ്ങനെ പറയുന്നു പഠിപ്പിക്കാനാണ് ഇച്ചിരി സമയം എടുത്തത്. ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് ഇതാണ് DSC എന്താ പഠിച്ചിട്ട് വരാനാ പറഞ്ഞത്. അപ്പൊ നേരത്തെ ചോദിച്ച പോലെ ബ്രീഫ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗുണം DSC എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡേ ഓഫ് റാത്ത് എന്താണ്, ആ ഡെത്ത് റിലേറ്റഡ് പരിപാടി, അതൊരു ലാറ്റിൻ സംഭവമാണ്. അതിനെ എങ്ങനെയാണ് ഈ കഥയായിട്ട് അത് ഇന്റർട്വൈൻ ആവുന്നത്, എങ്ങനെയാണ് ആ സമയത്ത് റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരുന്ന ആർട്ട് സ്റ്റൈലാണിത് എന്നൊക്കെ പറയുന്ന തരത്തിൽ വെരി എക്സ്റ്റെൻസീവ് റിസർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് കഥയായിട്ട്, എന്താ റെലവൻസ്, എന്താണിത്, ഈ വേർഡ് എന്താണ്. സോ ഒരു പരിധി വരെ നമ്മുടെ ടീമിൽ എല്ലാവരും അത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ പ്രൊണൗൺസിയേഷൻ വീഡിയോ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വായിക്കുമ്പോൾ അത് ഡൈസിറ എന്നൊക്കെ പറയുന്ന തരത്തിൽ ചിലപ്പോൾ കിട്ടുമല്ലോ. അത് കറക്റ്റ് ആൾക്കാർ ഒന്നാമതൊരു പ്രോപ്പർ ഇംഗ്ലീഷ് വേർഡും അല്ലാത്തതുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് അങ്ങനെ ഒരു സാധനം ചെയ്തത്. അത് ഗുണമായി. ഇപ്പം എല്ലാവരും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് അത് പറയുന്നത്. സന്തോഷം. നിങ്ങൾ ആ ഫിലിം ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് എല്ലാവരും ഒരു റെഡ് കളർ ആ DP മാറ്റിയിട്ടുണ്ടായിരുന്നു, മോഹൻലാലും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ആള് സിനിമയിലുണ്ട് എന്ന തരത്തിലൊരു കോൺവെർസേഷൻ വരെ അത് ഹൈപ്പ് ചെയ്യാൻ കുറെ കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. ഇങ്ങനെ ഒരു DP മാറ്റാമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ DP ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം രാവിലെ പറഞ്ഞാൽ ഓക്കെ എന്നാൽ നമുക്ക് ചെയ്യാം, അത് രസമായിരിക്കും, ആ പടമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും റെഡാക്കാം എന്ന് പറഞ്ഞ് റെഡാക്കി. ഏതോ ഒരു ടൈമിൽ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലേട്ടനും കൂടെ ഒന്ന് റെഡാക്കി തരുമോ, അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫോർ സപ്പോർട്ട് ഹി ഈസ് ചേഞ്ച്ഡ് ഫോർ എ വൈൽ. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിത് ചെയ്ത് ഹൈപ്പാക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ലായിരുന്നു. അല്ല, അത് കാരണം മോഹൻലാൽ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളൊരു തരത്തിലുള്ള ഉണ്ടായിരുന്നല്ലേ. എനിക്ക് അറിയില്ല, അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഹാപ്പി, ഓക്കെ അങ്ങനെ വിചാരിച്ചു. ഈ ഡേസറയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് പോസ്റ്റർ ഡിസൈനിങ് ഹെൽപ്പായോ, അതോ നേരെ തിരിച്ച് പോസ്റ്റർ ഡിസൈനിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അഭിനയിക്കാൻ എളുപ്പമായോ? അങ്ങനെയില്ല. ഇത് രണ്ട് പ്രോസസ്സ് ആയതുകൊണ്ടും മറ്റേ ഡിസൈനിൽ നമ്മുടെ ടീം ഹെവിലി ഇൻവോൾവ് ആണ്. അഭിനയം കുറച്ചുകൂടെ എൻ്റെ ഒരു വേറൊരു പ്രോസസ്സ് ആയതുകൊണ്ടിട്ടൊക്കെ അങ്ങനെ ഒരുപാട് ഹെൽപ്പായിട്ടില്ല. അങ്ങനെ അത് രണ്ടും മാക്സിമം അങ്ങനെ ഇന്റർമിക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഡ് എന്ന് തോന്നുന്നു. പക്ഷെ ടീമിൻ്റെ കൂടെ നിരന്തരം കോണ്ടാക്റ്റും സംസാരവും
ഉണ്ടല്ലോ. ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും ഡെയിലി ഒരു തവണ വെച്ച് എന്നെ വിളിക്കും പോസ്റ്ററിന്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെ. സോ അങ്ങനെ ഒരു കെമിസ്ട്രി വർക്ക് ഹാസ് ഹെൽപ്പ് മീ. ലാസ്റ്റ് 2 പടത്തിലേ ഉള്ള ഒരു പരിചയം, ഡെയിലി വിളിച്ച് കാര്യങ്ങൾ പറയാ, ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഡയറക്ടറിന്റെ ഐഡിയാസ് എനിക്കറിയാം ഒരു പരിധി വരെ. രാവിലെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാൻ എളുപ്പമുണ്ടായി. സോ ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ. അല്ലാതെ വേറൊരു പരിപാടി ഹെൽപ്പായിരുന്നു തോന്നുന്നില്ല. ഇതുപോലെ പോസ്റ്റർ ഡിസൈൻ ശ്രദ്ധിക്കപ്പെട്ടത് ലോക ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിന് തൊട്ടും. അതിന്റെ പ്രോസസ് എങ്ങനെയായിരുന്നു? ഇതുപോലെ തുടക്കത്തിൽ ഇൻവോൾവ് ആയിരുന്നു? ഓ അതെ, ലോക തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് നിമിഷേട്ടൻ ഇസ് വൺ ഓഫ് ആ മെന്റേഴ്സ്. അപ്പം നിമിഷേട്ടൻ പടം തുടങ്ങുന്ന സമയത്ത് പണ്ട് തൊട്ടേ നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ഒരു പടമുണ്ട്, 5 പടമാണ്, ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. സോ അപ്പോഴേ കാര്യങ്ങളിങ്ങനെ അറിയാം, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് ഇവോൾവ്ഡ്. പക്ഷേ നിമിഷേട്ടനും ഡൊമിനിക്കേട്ടനും എനിക്ക് അറിയായിരുന്നു അപ്പം തൊട്ട്. എനിക്കിങ്ങനെ പരിപാടി സെയിം പ്രോസസ്, ഡിഫറെൻറ്റ് ടീം, അവരും സെയിം. നമുക്കൊരു നിമിഷേട്ടൻ ഇൻസ്പയറിംഗ് ആണ് പല കാര്യങ്ങളിലും. ഹീസ് എ ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫർ. അതിൻ്റെ മുകളിൽ തന്നെ ഹീസ് എ ഗ്രേറ്റ് വിഷണറി, നല്ല വിഷ്വൽ സെൻസ് ഉണ്ട്. സോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. ഇനീഷ്യൽ ടൈംസിൽ തന്നെ ഇതൊക്കെ റിഫർ ചെയ്യുന്നീ, ഇതൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ മറ്റു പടങ്ങളുടെ പോസ്റ്റർ പോലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിമിഷേട്ടനെ കാണിക്കുന്നത് ഓക്കെ ആണോ കൊള്ളാമോ എന്നൊക്കെ. നിമിഷേട്ടൻ പറയാം ഓക്കെ ആണോ എന്നൊക്കെ. സോ അത്തരത്തിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ പോകുന്നു. ഈ പോസ്റ്റേഴ്സിൽ ഈസ്റ്റർ എഗ്സ് വെക്കുക എന്നുള്ളത് ഇപ്പൊ അത്യാവശ്യം എനിക്കൊന്ന് എസ്തെറ്റിക് കുഞ്ഞമ്മ ചെയ്തിട്ടുള്ള മിക്ക സിനിമകളിലും അതുണ്ടാവും. ഇപ്പൊ ലോക്കേന്റെ ആണെങ്കിൽ ഡാഗർ ഉണ്ട്. ഈ DSRന്റെ ഇത്രയും ടൈറ്റിലാണോ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നുള്ള രീതിയിൽ ഇറക്കുന്നതിനകത്ത് എല്ലാത്തിനും ടൈറ്റിലുണ്ട്. അപ്പൊ അത് ഇപ്പൊ എല്ലാരും ഡിമാൻഡ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ഈസ്റ്റർ എഗ്സ് വെക്കണം അല്ലെങ്കിൽ? അത് എങ്ങനെയാ അവിടേക്ക് എത്തുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് വെക്കാതിരിക്കുന്ന ഇപ്പൊ ആൾക്കാർക്ക് അറിയാം അത് ഫോഴ്സ്ഡ് ആവും. ഫോട്ടോഷൂട്ട് ചെയ്ത് പോസ്റ്റർ ചെയ്യുമ്പോൾ ആക്ടേഴ്സിന്റെ ഇൻപുട്ട് എന്താണ്? അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് കിട്ടില്ലേ സ്പെഷ്യൽ ആയിട്ട്? ഉറപ്പായിട്ടും ആക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആക്ടേഴ്സിന്റെ കയ്യിൽ അവരുടെ ക്യാരക്ടറിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ പ്രണവ് ചേട്ടൻ പല സീനിലും ഇപ്പം ചില സീനിലൊക്കെ ഇനി നമ്മൾ പറയും ചേട്ടാ കുറച്ചുകൂടെ ഈ ഞരമ്പൊക്കെ ഇങ്ങനെ വന്നാൽ രസമായിരിക്കും കാണാൻ. ഒരു പുള്ളി ഇങ്ങനെ ചോക്കാവുന്ന പോലത്തെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീനൊക്കെ പറയുമ്പോഴത്തേക്കും പ്രണവ് ചേട്ടൻ തന്നെ കുറേ ഇംപ്രവൈസ് ചെയ്ത് പുതിയ ടെക്നീക്സ് ഒക്കെ ഉണ്ടാക്കി ഞരമ്പ് വരുത്തുകയും വേരിയേഷൻ തരികയും ഒക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ എന്താ പറ്റുക, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇത് ശ്വാസം മുട്ടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് ആണ് ആ ഇൻപുട്ട് നമുക്ക് തരുന്നത്. സോ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ ആ സാധനം കാണാൻ ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്കും കൂടെ അത് നോക്കി കാണുമ്പോഴത്തേക്ക് എനിക്കും അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് ഭയങ്കര പഠനമാണ് അത് കാണുമ്പോൾ. പിന്നെ ലാസ്റ്റ് വന്ന പെക്യുലർ ആയ ഒരു പോസ്റ്ററാണ് ഈ 50 crores വന്നപ്പോഴത്തേക്കുള്ള ഈ പോസ്റ്റർ. ഇതിന്റെ ഒരു ഷൂട്ടിന്റെ പ്രോസസ് എന്ന് പറയാം. വെരി ഇൻട്രീഗിങ് പോസ്റ്റർ ആക്ച്വലി. ഇതിന്റെ ഷൂട്ട് ഇതുപോലെ തന്നെ നമ്മുടെ മിക്ക പോസ്റ്ററിലും പ്രണവ് ചേട്ടൻ ഇങ്ങനെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ഫിയറിന്റെ പല സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ നോക്കിയേക്കുന്നത്. അപ്പം പ്രണവ് ചേട്ടൻ പടത്തിൽ ജോയിൻ പോലും ചെയ്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഡേ ഫോട്ടോഷൂട്ടാ. അപ്പൊ തന്നെയാണ് നമ്മൾ ഒരു 10 ദിവസത്തേക്കുള്ള പണി എടുപ്പിച്ചു വിട്ടത് ഒരു കുറച്ച് അവേഴ്സിൽ. പക്ഷെ പുള്ളി ഭയങ്കര കൊളാബറേറ്റീവ് ആയിരുന്നു. ഈ പോസ്റ്ററിലാണെങ്കിലും നമ്മൾ വി ഹാവ് ആസ്ക്ഡ് ഹിം ടു ലൈക്ക് ഇങ്ങനെ നിന്നിങ്ങനെ സ്ക്രീം ചെയ്യണം. അപ്പൊ അത്രയും ഇവിടെയൊക്കെ എഫേർട്ട് വരണം ചേട്ടാ. അപ്പോൾ ചിലപ്പം അത്രയും സ്ട്രെയിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ലായിരിക്കാം, നമുക്ക് പോസ്റ്റിലൊക്കെ പുഷ് ചെയ്യാമായിരിക്കാം. എന്നാലും ഹി വെന്റ് ടു ദി എക്സ്ട്രീംസ്. അവര് മറ്റേ സ്ക്രീം ചെയ്ത് ഇവിടെയും നെഞ്ചിലൊക്കെ ഞരമ്പൊക്കെ വരുത്തി. രാവിലേട്ടൻ കുറച്ച് വേണം കൊല്ലുകൂടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ. പക്ഷെ രാവിലേട്ടനും പെർഫെക്റ്റ് സാധനം വരുന്നവരെ വേരിയേഷൻ എടുത്തുകൊണ്ടിരിക്കും. അതൊരു സാധനം കിട്ടാനാ പുള്ളിയുടെ മറ്റേ ഔട്ട് ബേസ്റ്റ് കാണിക്കുന്ന പോലത്തെ ഒരു പോസ്റ്ററായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് വിളിച്ചത്. DSRയില് സ്വന്തം റോളിൽ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഡേ എങ്ങനെയാ അത്? അതൊരു മോശം ഡേ ആണ്, പുറത്തു പറയാൻ പറ്റാത്തൊരു ഡേ. ഇല്ല, അത് ഞാനിങ്ങനെ ഒന്നാമത് ക്യാരക്ടറിന്റെ ഇമോഷണൽ പ്രശ്നങ്ങൾ. പുള്ളി ഇപ്പം ഇതിന് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഉറക്കം കിട്ടുന്നില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓൾറെഡി ഒരു ട്രോമാറ്റിക് സാധനം കണ്ട് അപ്പം അതിന്റെ റിഗ്രറ്റ് ഉണ്ട്. അത് നേരത്തെ പോയി സംസാരിച്ചിരുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യായിരുന്നു എന്നൊക്കെ ഉള്ള റിഗ്രറ്റ് ഉണ്ട്. അതേസമയം കാഷ്വൽ ആണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ചിലപ്പം ഞാനിങ്ങനെ ചിന്തിച്ച രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പം ഇടയ്ക്കെപ്പോഴോ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. ഉച്ചയൊക്കെ ആകുമ്പോൾ എണീക്കുന്നു, വളരെ കാഷ്വലി പോയി മറ്റേ പല്ല് വെച്ച് ഭക്ഷണം കഴിക്കാൻ വീട്ടുകാരൊക്കെ പണിക്ക് പോയിട്ടുള്ളപ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന് എടുക്കുന്നു. അപ്പോൾ വീട്ടിലൊരു മെയ്ഡുണ്ട്, അവരെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, അവരായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്.
സ്വന്തമായി ഭക്ഷണം കഴിച്ച് ഫോണിൽ സ്ഥിരമായി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ എന്തൊക്കെയോ തിങ്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സമയത്ത്. അതൊക്കെയായിരുന്നു മെയിൻലി. പിന്നെ തിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ അത് കൂടുതൽ പറയാൻ ബോറായി ആൾക്കാർക്ക് കേൾക്കുമ്പോൾ. അതൊക്കെ തന്നെ ഒരു സ്പേസിലാണ് തിങ്ക് ചെയ്തത്. വെരി കാഷ്വൽ. ഞാനാണെങ്കിൽ ആ ക്യാരക്ടർ അത്ര എഫക്റ്റഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പാർട്ടിനൊക്കെ പോകുന്നുണ്ട്, ഞാൻ പറയുമ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉറക്കം കിട്ടുന്നില്ലെന്ന് പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നീട് ഒരു ട്രിഗർ വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഔട്ട് ബ്രേക്ക് ആവും. അപ്പം അത്തരത്തിലാണ് ഞാൻ ജീവിക്കുന്നതും എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. വേറെ ഒരുപാട് തോട്ടൊന്നും. ഇതുപോലെ എഫേർട്ട് ഇതിന് മുമ്പത്തെ ക്യാരക്ടേഴ്സിന് ഇട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്ര ലേയേഴ്സ് ഉള്ള ഒരു മെന്റലി ഇങ്ങനെ ഇതുള്ളൊരു ക്യാരക്ടർ കിട്ടുന്നത്. ഇപ്പം പടക്കളത്തിലൊക്കെ ആണെങ്കിൽ ഒരു ഈസി ഗോയിങ് ക്യാരക്ടർ, പക്ഷെ അതിന് ഞാനിങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും ഈ ക്യാരക്ടർ ചെയ്യുക എന്നൊക്കെ. അല്ലാണ്ട് ഓവർ എഫേർട്ട് ഇട്ടിട്ടില്ല. ഞാനങ്ങനെ ഇട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്നിട്ട് അതൊന്നും കണ്ടില്ല സ്ക്രീനിൽ. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് തിങ്ക് ചെയ്യും. ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ഒരു ലെയറും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള, അതുകൊണ്ട് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രീ ഫ്ലോയിങ് സാധനമായിട്ട് ചെയ്ത ക്യാരക്ടേഴ്സിൽ അരുണിന്റെ പെർസോണയായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, പടക്കളത്തിലെ നകുൽ ആയിരിക്കും. നേടല്ല, അയ്യോ നേടല്ല, ആവശ്യം വരുമ്പോൾ മാത്രം മെച്ചൂർ ആവുകയും അല്ലെങ്കിൽ ഉള്ളിലൊരു കുട്ടിക്കളിയൊക്കെ ആയിട്ട് നടക്കുന്നൊരു പാവം അതാണ്. ഈ പടക്കളം കണ്ടിട്ട് അല്ലെങ്കിൽ DSRA കണ്ടിട്ട് ഇപ്പൊ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിന് വിളിക്കുന്നുണ്ടോ ആക്ടിങ്? വിളിക്കുന്നുണ്ട്. കുറച്ച് നല്ല പരിപാടികൾ ഇങ്ങനെ വരുന്നുണ്ട്, കുറച്ച് ഇങ്ങനെ ചർച്ചകളിലുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന വെരി ലക്കി ഫോർ ദാറ്റ്. ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ഒരു റോൾ ചെയ്യണം എന്ന് ആഗ്രഹം അങ്ങനെ ഉണ്ടോ? നിലവിലില്ല. എനിക്ക് എല്ലാ ടൈപ്പ് പരിപാടി ചെയ്യണം എന്നുണ്ട്. എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ആഗ്രഹിക്കുവാണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു സംതിങ് ദാറ്റ് യു ഓൾവേസ് വാണ്ട് ടു? ഇല്ല, എനിക്ക് അഭിനയിച്ചാൽ മതി എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇല്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൂ. പല വേരിയേഷൻ പിടിക്കണമെന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ മതി. ചില സാധനമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനത്തെയൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഡ്യൂണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതായത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ റോള് ചെയ്യണോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാനായിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് പ്രായം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും. എന്ത് ചെയ്യാം അഭിനയത്തിലേക്ക് ഇത്ര ക്രേവിംഗ്? എന്താ അതിലേക്ക് ഇത്രയും ആകർഷണം? എനിക്ക് തോന്നുന്നത് എനിക്കുള്ളൊരു കോർ മെമ്മറി അഭിനയത്തിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, എനിക്ക് പ്രോപ്പർ ഒരു ഫീഡ്ബാക്കുകൾ വരുന്നതും അപ്രീസിയേഷൻ വരുന്നതൊക്കെ ഞാൻ പണ്ട് യോഗ ചെയ്യുമായിരുന്നു. ഞാൻ യോഗയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതിലെനിക്ക് സ്കൂളിലൊരു ഇതുണ്ടായിരുന്നു, യോഗ ചാമ്പ്യനാണ് അങ്ങനെ. പക്ഷെ എനിക്ക് അപ്പോഴും ആ യോഗ ചെയ്യുന്നൊരു നീഷ് ഓഡിയൻസേ ഉള്ളൂ, ടീച്ചർമാർക്ക് ഇഷ്ടമാണ് അങ്ങനെ. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നാടകമൊക്കെ പഠിച്ച് 5 ദിവസം കഴിയുമ്പം അന്നൊരു നാടക ഡേ ഉണ്ട്. അന്ന് നമ്മൾ നാടകം കളിക്കണം, എന്തെങ്കിലും ഒരു കഥയൊക്കെ വെച്ചിട്ട്. സോ നമ്മുടെ അവിടുത്തെ സീനിയേഴ്സ് നാടകം സംവിധാനം ചെയ്യും, നമുക്കൊരു ചെറിയ റോൾ ഉണ്ടാവും അതിൽ. ചിലപ്പോൾ ഒരു ഡയലോഗ് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് അത് കാണാൻ നമ്മുടെ പാരൻസ് തന്നെ ആയിരിക്കും വരുന്നത്. അവർ 5 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്തോ സാധനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വരുന്നു, അവർ കാണുന്നു, അവർ കൈയടിക്കുന്നു, എല്ലാവരും മറ്റു പാരൻസൊക്കെ വന്ന് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ടൈമായിരിക്കും ആ ലാസ്റ്റത്തെ 5th ഡേ. അപ്പം ഞാനെപ്പോഴും എന്നെ ഈ പറയുന്ന പോലെ നാടകം കഴിയുമ്പോൾ, ഈ 5ാമത്തെ ദിവസത്തെ നാടകം കഴിയുമ്പോൾ എല്ലാവരും വന്ന് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും. എല്ലാവരും പരസ്പരം ചെയ്യും. പിള്ളേരാണല്ലോ, നന്നായി ചെയ്യുന്നത്. ചിലപ്പോൾ ഡയലോഗ് ഒന്നും ഉണ്ടായില്ല, പക്ഷെ നീ പൊളിയാണ്, നീ നല്ല അഭിനയം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരു ഓക്കെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നീട് പക്ഷെ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൽ നിന്ന് പൈപ്പർ എന്ന് പറഞ്ഞ നാടകത്തിലേക്ക് സെലക്ട് ആയി. എനിക്ക് ഇനീഷ്യലി താല്പര്യം ഉണ്ടായില്ല, എന്നാലും ഞാൻ സെലക്ട് ആയിട്ട് അതിൽ ഞങ്ങൾ 10-14 പിള്ളേർ എലികളായിരുന്നു. ഞാൻ എലിയായിരുന്നു, ആദ്യമായിട്ട് അഭിനയിക്കണ എലിയായിട്ടാണ്. ഒന്നുമില്ല, വെറുതെ ഓടി നടക്കുക, നമ്മുടെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് തന്ന റോളാണ് സാറ്. വെറുതെ ഓടി നടക്കുക, ഡാൻസ് കളിക്കുക, അങ്ങനെ ഉള്ളൂ. പൈപ്പറാണ് മെയിൻ. രാജാവുണ്ട്, ഒരു പൂച്ചയുണ്ട്. അതായത് ഒരു സ്പെസിഫിക് സീനിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഈ പൂച്ചേനെ മലത്തി അടിച്ച് അതിനെ ഇതാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഇത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ പൂച്ചയെ കൊന്നു കഴിഞ്ഞിട്ട് ഈ പൂച്ചയുടെ മേത്ത് ഞങ്ങളെല്ലാവരും കൂടെ കയറിയിട്ട്, അതാണ് എനിക്ക് നാടകത്തിലോ ഈ 1.5 മണിക്കൂർ നാടകത്തിലുള്ള ഒരേ ഡയലോഗ്. അതായത് ഈ പൂച്ച ചത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പൂച്ചയുടെ മുകളിൽ ചവിട്ടി വന്നിട്ട് പറയും, നമുക്ക് ഇവനെ അങ്ങ് തിന്നാലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും തൊട്ടടുത്ത് ഞങ്ങളുടെ രാജാവെലിയുണ്ട്, മെയിൻ എലി. പുള്ളി പറയും, ശവത്തിൽ കുത്തരുത്, അത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് പറയും. അപ്പം ഇതാണ് ഡയലോഗ്. ഇതെനിക്കറിയാം. ഞാൻ ഈ നാടകത്തിൽ
ആദ്യം തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് പിന്നെ തിന്നാലോ അതിന്റെ വേരിയേഷൻ ഇതേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം പഠിക്കുമല്ലോ. ഞാൻ ഇങ്ങനെ പഠിച്ച് വെച്ച് ഞാൻ എൻ്റെ തലയിൽ ഞാനാണ് ഇതിലെ ഹീറോ. അപ്പം പൂച്ച മരിച്ചു, ഞാൻ കാലെടുത്ത് വെച്ചിട്ട് നമുക്കിവനെ തിന്നാലോ എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഫുള്ള് കയ്യടി, ഓഡിയൻസ് വൻ കയ്യടി. എനിക്കങ്ങോട്ട് ഒരു പ്രത്യേക ഒരു സാധനം കിട്ടി. അതിന് ഞാൻ 4-5 ഒന്ന് പഠിക്കുന്ന എനിക്കൊരു എന്തോ ഒരു ഇത് കിട്ടി. എനിക്ക് ഇതാണപ്പൊ മെയിന്, ഇത് ഞാൻ മെയിനാണ്. അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഓഡിയൻസിന് എടുത്തത്, നാടകത്തിൽ നിന്ന് എനിക്ക് ഇത് കിട്ടി, എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടി എന്നൊക്കെ പറയുന്ന തരത്തിൽ എനിക്ക് എന്തോ ഒരു സാധനം കിട്ടി. പിന്നെ അവൻ ഡയലോഗ് പറഞ്ഞ പരിപാടി കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നാടകത്തിന്റെ കാസറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശവത്തിൽ കുതിരുത് അത് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞായിരുന്നു കൈ കിട്ടിയത്. എന്റെ പ്രോസസ്സിംഗ് ഡിലേ കാരണം ഞാൻ എനിക്ക് കൈയടിയാ. ഇവൻ ഡയലോഗ് അപ്പൊ പറഞ്ഞായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ. ഞാൻ മറ്റേ ഇങ്ങനെ തിന്നാലെന്ന് പറഞ്ഞപ്പോ തന്നെ ശവത്തിൽ കുത്തരുത് ഇത് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞായിരുന്നു കൈയടിയും ചിരിയും കിട്ടിയത്. ഞാൻ പക്ഷെ ഇവൻ മ്യൂട്ടാ, ഈ സൈഡൊക്കെ മ്യൂട്ടാ എനിക്ക്. ഞാൻ പറഞ്ഞ ഞാൻ ഹീറോ, ഇവര് സീനൊക്കെ കഴിഞ്ഞ് പോയി, ഞാൻ അവിടെ തന്നെ പൂച്ചേനെ ചവിട്ടി നിന്ന്. അത് പിന്നെ റിയലൈസ് ചെയ്തു. പക്ഷെ ആ സമയം തൊട്ട് എനിക്ക് അതാണ് പരിപാടി എന്നുള്ളൊരു സാധനം മനസ്സിൽ കയറുകയും പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടോ വീട്ടുകാരും സപ്പോർട്ട്, ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട്, അത് രസമുണ്ടെന്ന് എനിക്കും തോന്നി. എൻ്റെ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നു. പേഴ്സണാലിറ്റി വൈസ് ഓൾസോ ഇറ്റ് വാസ് ഡെവലപ്പിംഗ് മീ. എനിക്കെന്തോ ചെറുപ്പം തൊട്ട് സിനിമയൊക്കെ കാണുമ്പോൾ അതുപോലെ ആവണം അങ്ങനെയൊക്കെ തോട്ട് എവിടെ നിന്നൊക്കെ വന്നതാണ്. അല്ലാതെ അങ്ങനെ ഇതായിരുന്നു എനിക്ക് ഓർമ്മയുള്ള മറ്റൊരു കിക്ക് കിട്ടിയൊരു മൊമെന്റ്. പിന്നെ മനസ്സിലായ മൈ ചൈൽഡ്ഹുഡ് ലൈഫ്. ഈ ബാക്കി ഇൻഡസ്ട്രീസിലുള്ള ഒരു വർക്കിംഗ് കൾച്ചറും ഇവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചറും ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി ബോളിവുഡിൽ പോയപ്പോൾ അവിടെ അവർ പിച്ചിട്ടൊക്കെയാണ് കൂടുതൽ ചോദിക്കുക. ഇപ്പൊ ഇവിടെയും നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനം? ബാക്കിയുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് എടുത്തിട്ടെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് സാധനങ്ങൾ പ്രതീക്ഷിക്കും. ഇപ്പൊ പറഞ്ഞ പിച്ച് അല്ലെങ്കിൽ ഒരു ഡോക്കറ്റിലാക്കി എല്ലാം കാണിക്കുക, ഒരു പ്രോപ്പർ പ്രസന്റേഷനിലേക്ക് അതിനെ കൾമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഓർഗാനിക്കാണ്. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ബിസിനസ് അവേഴ്സ് നോക്കണ്ട, രാത്രി വേണമെങ്കിൽ എനിക്ക് രാവിലെ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇത് കഴിഞ്ഞില്ല എന്ന് പറയാം. സോ അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്. പക്ഷെ ക്രിയേറ്റീവ്ലി ഐ തിങ്ക് പ്രോസസ് വൈസ് ഇറ്റ്സ് ഓൾ പ്രിറ്റി മച്ച് ദ സെയിം. നമ്മൾ അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനത്തെ സിസ്റ്റമാറ്റിക് പരിപാടികൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് എവരിബഡി ഈസ് ക്ലിയർ. നമുക്കെല്ലാം നോക്കാനൊക്കെ ഒരു പ്രോപ്പർ ഡെക്ക് ഉണ്ട്, എല്ലാവർക്കും വന്ന് കയറാൻ ഒരു മൂഡ് ബോർഡ് ഉണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ അവിടെ നിന്ന് അവരുടെ പ്രോസസ്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ പ്രോസസ്സ് ഫാസ്റ്റർ ആക്കാനും ഓർഗനൈസ്ഡ് ആക്കാനും. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കുക എന്നുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഇന്ന സ്പേസ് ആണ് ബെറ്റർ എന്ന് പോലും ഇല്ല, എല്ലാം ഗുഡ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ബോളിവുഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്ട് കിട്ടിയപ്പോൾ പേടിച്ചു പോയായിരുന്നു ഇങ്ങനെ പിക്ചറൊക്കെ കൊടുക്കണം? പേടിയില്ലല്ലോ, അറിയില്ലല്ലോ നമുക്കിത് എങ്ങനെയാന്ന്. അറിഞ്ഞാലേ പേടി ഉണ്ടാവുള്ളൂ ഇതെങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ചെയ്തങ്ങ് നോക്കുക. ആദ്യം നമുക്ക് കിട്ടുന്ന ധർമ്മ പ്രൊഡക്ഷൻസിന് ഒരു പടം. നേരെ നമ്മൾ ധർമ്മ പ്രൊഡക്ഷൻസ് വിളിച്ചു, ഒരു പടം കാണിച്ചു. ഞാൻ ധർമ്മ പ്രൊഡക്ഷൻസ് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ പ്രൊഡക്ഷൻസ് ചെല്ലുന്നു, കരൺ ജോഹറിന്റെ ഓഫീസ് കാണുന്നു, സിദ്ധാർത്ഥ് മൽഹോത്രയെ കാണുന്നു. ഇത് ഞാൻ വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പടം ഗെഹറായി എന്ന് പറഞ്ഞ പടമാണ് നമ്മൾ ആദ്യമായിട്ട് പിച്ച് ചെയ്യുന്നത്, ദീപിക പതുക്കോണ്ടെ. അത് കണ്ടു, എന്നിട്ട് പിച്ച് ചെയ്തത് വർക്കായില്ല, നമ്മുടെ പിച്ച് കറക്റ്റ് ആയിരുന്നില്ല. അവരോട് നിങ്ങൾ ഐഡിയ കൊള്ളാം, പക്ഷെ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ വേറൊരു വേരിയേഷൻ ആണ് വേണ്ടിയിരുന്നത്, കുഴപ്പമില്ല നമുക്ക് അടുത്തേ പിടിക്കാൻ. അപ്പം നമ്മൾ കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോഴാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. പഠിച്ചു കഴിയുമ്പോഴാണല്ലോ പേടിയൊക്കെ വരുന്നത്. ഓക്കെ, ഇത് വർക്കാവോ, ഇത് ചെയ്യുമ്പോൾ ശരിയാവോ എന്നൊക്കെ പഠിച്ചെടുത്തു. പിച്ച് എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കറക്റ്റ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി. പിന്നീട് നെക്സ്റ്റ് ഹിന്ദി ഫിലിം നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പിച്ച് ചെയ്തത് സെറ്റാക്കി, അത് കിട്ടി. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു ഹിന്ദി പടവും കൂടെ കിട്ടി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ലേണിംഗ് ഓൺ ദ വേ ആണ് പഠിച്ചെടുക്കുന്നത്. ഓരോ മിസ്റ്റേക്സിൽ നിന്ന് ഓരോ ആൾക്കാർ പറഞ്ഞു തരുന്നതെന്നൊക്കെ പഠിച്ചത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു അങ്ങനെ ഒരു പരിപാടി. ഇപ്പൊ കാന്തയിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല, അയ്യോ ഇല്ല. അത് കുറെ വർഷങ്ങളായിട്ടുള്ള പടമാണത്. എന്നാലും എപ്പോഴാണ് അതിലോട്ട് എത്തുന്നത്? നമുക്ക് ഒരു 1.5 കൊല്ലത്തോളം ആയി നമ്മളതിൽ ഇൻവോൾവ് ആയിട്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ വേഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. കുറുപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ലോകയിൽ വർക്ക് ചെയ്തപ്പം റാണ സാറിന്റെ ടീമിൽ നിന്നാണ് നമ്മളെ റീച്ച് ഔട്ട് ചെയ്തത്. റാണ സാറിന്റെ ടീമിൽ നിന്ന് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. ആ പടം വന്നിട്ടില്ല ഇതുവരെയും. അപ്പം അങ്ങനെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടിട്ട് അങ്ങനെ നമുക്ക് പരിപാടി പിടിക്കാം. പിന്നെ വിൻറ്റേജ് പടം, റെട്രോ പടം, നമ്മൾ ആ സമയത്ത് ഒരുപാട് റെട്രോ പോസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്റ്റൈല് നമുക്ക് പറ്റുമെന്ന് അവർക്ക് എന്തോ തോന്നി.
നമുക്കൊരു ചാൻസ് തരുവാണ് ചെയ്തത്. ആക്ടിംഗിൽ ഏതൊക്കെ പ്രൊജക്റ്റ് വരാനുണ്ട്? ഞാൻ ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന സർവമായ എന്ന് പറഞ്ഞ സിനിമയാണ് ക്രിസ്മസിന് ഇറങ്ങുന്നത്. നിവിൻ പോളി ചേട്ടൻ അജു ചേട്ടനുള്ള അതാണ് ഇനി ഉള്ളത്. അതൊരു കോമിക്കൽ നല്ലൊരു പടമാണ്. പിന്നെ ഒരു 1-2 ഇങ്ങനെ ഡിസ്കഷൻസിൽ ട്രൈങ് ടു സ്റ്റാർട്ട്. അതും പ്രേതം റിലേറ്റഡ് എന്തോ അല്ലേ സർവമായ? ഏത് റിലേറ്റഡ്? അത് ഒരു ഫാന്റസി എലമെന്റ് ഉണ്ട് അതിലൊരു. ഒരു അങ്ങനത്തെ ഗോസ്റ്റ് അല്ല, പക്ഷെ ഒരു എലമെന്റ് ഉണ്ട്. ആൾക്കാരെ ഹൊറർ സ്റ്റാർ എന്ന് വിളിക്കും. അല്ല, അങ്ങനെ ഹൊറർ അല്ല, അത് ഒരു ചെറിയൊരു ഫൺ എലമെന്റ് ആണ് അത്. കാണുമ്പോൾ അല്ല, അങ്ങനെ ചെയ്തിട്ടുള്ള റോളുകളെല്ലാം ഇപ്പൊ പടക്കളത്തിലാണെങ്കിലും അതിനും ഉണ്ടൊരു ഫാന്റസി എലമെന്റ്. അതെ അതെ, രസമല്ലേ ആൾക്കാർക്ക് ഫാന്റസി ആണല്ലോ കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഫാന്റസി സാധനങ്ങളൊക്കെ കേൾക്കാനും ഇതൊക്കെ ഇഷ്ടമാണ്. ഇതൊന്നും കോൺഷ്യസ്ലി എടുക്കുന്ന സാധനങ്ങളല്ല, കിട്ടുന്നത് പിടിക്കുക എന്നുള്ളൊരു പരിപാടിയിൽ വരുന്നതാണ്. ഈ പടക്കളം ചെയ്യുമ്പോൾ ശരിക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഇപ്പൊ ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നു എടുത്തു വരുമ്പോ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇത് എന്താണ് സംഭവം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇല്ല, മനു ചേട്ടൻ്റെ ഡയറക്ടർ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഹി വാസ് സേയിങ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഷോട്ട് വരുന്നത്. പുള്ളിയുടെ മൈൻഡിൽ പടം ഉണ്ടായിരുന്നു ഭയങ്കര ക്ലിയർ ആയിട്ട്. അപ്പം നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, ഇത് ഇങ്ങനെയാണ്, നീ ഇവിടെ നിന്ന് ഇന്നത് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഷോട്ട് വയ്ക്കുക. അത് ഫുള്ള് പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു. സോ അത് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നമ്മൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ല, നമ്മൾ പോയി നിന്ന് കൊടുത്താൽ മതി. ചില സീനിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഏത് ക്യാരക്ടറാണെന്ന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുമായിരിക്കും, പക്ഷെ ദേ വർ ക്ലിയർ. സോ ആ ക്ലാരിറ്റിയിൽ നമ്മളങ്ങ് നിൽക്കുക എന്നുള്ളതാണ് പരിപാടി. ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ എന്തോ ഗ്രാഫിക് സംഭവം വീഡിയോ വരയ്ക്കുന്നുണ്ടായിരുന്നു. അത് എന്താണ് അതിലുള്ളൊരു വിഷൻ എന്താണ്? നമ്മൾ മാർക്കറ്റിംഗ് ആസ് എ ഹോളിന് പകരം നമ്മൾ കണ്ടന്റ് ഫോർ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത്യാവശ്യം രസമുള്ള ഇപ്പം നേരത്തെ മോഷൻ ഡിസൈൻസും ബ്രാൻഡിങ്, നമ്മൾ വി ആർ ഡൂയിങ് ബ്രാൻഡിങ് ഓൾസോ വാല്യൂ. ഇപ്പം അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇവിടെ കുറച്ച് പുതിയ പരിപാടികൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രിന്റിലും ഇതിലും മീഡിയയിലൊക്കെ കുറച്ച് രസമുള്ള പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്, ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പം മാർക്കറ്റിങ്ങിന് വേണ്ട കണ്ടന്റ്സ്, വീഡിയോസ് അല്ലെങ്കിൽ ഇമേജ് ബേസ്ഡ് പരിപാടീസ്, പ്രിന്റും മറ്റ് എല്ലാ ആസ്പെക്റ്റും. ഇപ്പം ഇന്നലെ നമ്മൾ ഇട്ടത് DSRയുടെ തന്നെ ഒരു മോഷൻ ഡിസൈൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതൊരു സ്പെസിഫിക് ആർട്ട് സ്റ്റൈലാണ് പിടിച്ചത്. സോ അങ്ങനത്തെ പല സാധനങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് അതൊക്കെ ബ്രാൻഡ്സിനും സിനിമയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്തു നോക്കുന്നു. നെക്സ്റ്റ് പോസ്റ്റർ എസ്എടി കുഞ്ഞമ്മയുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്തൊക്കെ? നമ്മളിപ്പോൾ പേട്രിയോട്ടാണ് ചെയ്യുന്നത് കാരണം. പിന്നെ കാന്ത, തെലുങ്കിലൊരു 2 പടമുണ്ട്, ഹിന്ദിയിലൊരു പടം ചെയ്യുന്നു, തമിഴിൽ 2 പടം ചെയ്യുന്നു. അങ്ങനെ പല സ്ഥലത്തു നിന്ന് കുറച്ചായിട്ട്. ഖലീഫയുണ്ട്. പിന്നെ ലോക ചാപ്റ്റർ 2 അനൗൺസ്മെന്റിന് അപ്പുറം അതിന്റെ വർക്ക്സ് നടക്കുന്നുണ്ടോ സൈഡ് ബൈ സൈഡ്? സോഫാർ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല. സോഫാർ ദേ ഹാവ് ഓൾസോ ബീൻ വർക്കിംഗ് ഓൺ ഇറ്റ്. നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പം. ഇതിൽ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പ്രൊജക്റ്റ് ഏതായിരുന്നു എസ്എടി കുഞ്ഞമ്മ? ഒത്തിരി ഇൻപുട്സ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ എക്സ്പെരിമെന്റേഷൻ? എല്ലാത്തിലും സന്തോഷം കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മയുഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ വന്നപ്പോൾ നമുക്കൊരു സന്തോഷവും ഒക്കെ കിട്ടി എന്ന് വിചാരിച്ചു. നമുക്ക് കുറേ വെറൈറ്റി പരിപാടിയൊക്കെ പിടിക്കാൻ പറ്റിയെന്ന് തോന്നി. എല്ലാം ലോകയും അങ്ങനെയായിരുന്നു, എല്ലാം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരെണ്ണവും കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നിയിട്ടില്ല. ലോക ഇൻഡസ്ട്രി ഹിറ്റ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അങ്ങനെ ഭയങ്കര ഇൻഡസ്ട്രി ഹിറ്റ്, ഗംഭീര സിനിമയാണെന്ന് അറിയാം കാണുമ്പം. അത് ഞാൻ അതിൻ്റെ റഫൊക്കെ കണ്ടപ്പോഴേ പൊളിയത് ഹിറ്റ് അടിക്കും, ഇൻഡസ്ട്രി ഹിറ്റൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, പക്ഷെ അത് അതിനുള്ള പടമുണ്ട്, അത് വേർത്തായിരുന്നു. സോ ഇൻഡസ്ട്രി ഹിറ്റ് അത് നമ്മൾ ആദ്യത്തെ ദിവസത്തെ റെസ്പോൺസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ ഇത് ദിസ് ഇസ് ഗോണ ഗോ. ഇപ്പം അങ്ങനെ മനസ്സിലായി. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ റഫ് കാണുമ്പോൾ ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ആവും എന്നുള്ളൊരു ജഡ്ജ്മെന്റ് കിട്ടത്തുമില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരാളുമല്ല. സോ ദേ മൈറ്റ് ഹാവ് തോട്ട്. എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഗംഭീര പടമെന്ന് മാത്രം അറിയായിരുന്നു. ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ചാപ്റ്റർ 1 ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അന്നേ അറിയായിരുന്നു. പിന്നെ നോക്കണം. ഈ ചാൻസ് ചോദിക്കാൻ മടിയില്ലാത്ത ആളാണ്. അതെ, ചാൻസ് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ മടി വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ.